The energy choices we make today will decide the world we live in tomorrow. Good morning, everybody, all the respected dignitaries on and off the dais. I am Dr. Harsha, your MC, your Master of Ceremonies and host for the much awaited, the most anticipated third edition of the International Energy Festival of Kerala, IEFK 2026. Presented by the Energy Management Center, Kerala, Department of Power, Government of Kerala. Let's start this officially with a big round of applause, please. IEFK 2026 is a global platform that brings together ideas, innovations, and intent to shape an empowered and sustainable energy future. ഇന്ന് കേരളത്തെ ഊർജ്ജ സ്വയം പര്യാപ്തതയിലേക്കും സുസ്ഥിരമായ ഹരിത വികസന ഭാവിയിലേക്കും നയിക്കുക എന്ന ദീർഘദർശിയായ ലക്ഷ്യത്തോടെയാണ് മൂന്നാമത് അന്താരാഷ്ട്ര ഊർജ്ജമേളയ്ക്ക് നാം സാക്ഷ്യം വഹിക്കുന്നത്. സംസ്ഥാന ഊർജ്ജ വകുപ്പിന് കീഴിലുള്ള എനർജി മാനേജ്മെന്റ് സെന്റർ സംഘടിപ്പിക്കുന്ന ഈ അന്താരാഷ്ട്ര ഊർജ്ജമേള എംപവറിംഗ് എനർജി ഫ്യൂച്ചർ എന്ന പ്രമേയത്തിലാണ് നടത്തപ്പെടുന്നത്. ഈ മഹത്തായ വേദിയിൽ നയരൂപീകരണ വിദഗ്ധർ, വ്യവസായ രംഗത്തെ പ്രമുഖർ, ഗവേഷകർ, അക്കാദമിക് രംഗത്തെ പ്രതിനിധികൾ, വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ എന്നിവരടങ്ങിയ ഒരു വിപുലമായ അന്താരാഷ്ട്ര സംഗമത്തിനാണ് നാം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. ഈ ഔപചാരിക ഉദ്ഘാടന ചടങ്ങിലേക്ക് സന്നിഹിതനായിരിക്കുന്ന എല്ലാവരെയും, എല്ലാ മാന്യ വ്യക്തിത്വങ്ങളെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ മേളയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായ ഗ്രീൻ എക്സ്പോയിൽ ഊർജ്ജക്ഷമമായ അത്യാധുനിക ഗൃഹോപകരണങ്ങൾ, സൗരോർജ ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, പുതിയ തലമുറ ഹരിത സാങ്കേതിക വിദ്യകൾ എന്നിവയുടെ പ്രദർശനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം കുടുംബശ്രീ അംഗങ്ങൾക്കും സംരംഭകർക്കുമായി വൈദ്യുതി ഉപയോഗിച്ചുള്ള ഇലക്ട്രിക് കുക്കിംഗ് പ്രായോഗിക പരിശീലനങ്ങൾ ഈ മേളയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളതും പ്രത്യേകം ശ്രദ്ധേയമാണ്. അടുത്ത 3 ദിവസങ്ങളിലായി ഈ ഊർജ്ജമേളയിൽ നാം ചർച്ച ചെയ്യുന്നത് വെറും സാങ്കേതിക വിഷയങ്ങൾ മാത്രമല്ല. ഇത് ഒരു സാമൂഹിക ഉത്തരവാദിത്വത്തിൻ്റെ, കേരള സർക്കാരിൻ്റെ സുസ്ഥിര വികസന പ്രതിബദ്ധതയുടെ, ഭാവിയിലേക്കുള്ള കരുതലിൻ്റെ ഒരു ശക്തമായ പ്രഖ്യാപനമാണ്. കേരളം എന്നും പുതിയ ആശയങ്ങൾ സ്വീകരിക്കുന്ന, സുസ്ഥിര വികസനത്തിന് മുൻഗണന നൽകുന്ന ഒരു സംസ്ഥാനമാണ്. എനർജി കൺസർവേഷൻ, എനർജി എഫിഷ്യൻസി, ഗ്രീൻ എനർജി ആൻഡ് ഇന്നോവേഷൻ ഇവയെല്ലാം കേരളത്തിൻ്റെ ഭാവിയിലേക്കുള്ള പ്രധാന വഴികളാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇൻ്റർനാഷണൽ എനർജി ഫെസ്റ്റിവൽ ഓഫ് കേരള 2026 കേവലം ഒരു മേള മാത്രമല്ല, ഒരു ദിശാസൂചികയായി മാറുന്നത്. ഇപ്പോൾ ഈ അന്താരാഷ്ട്ര ഊർജ്ജമേളയുടെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആദ്യമായി ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് ഔപചാരിക തുടക്കം കുറിച്ചുകൊണ്ട് മാന്യ മുഖ്യാതിഥികളെ ആദരപൂർവ്വം നമ്മുടെ സദസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പക്ഷേ പ്രധാന കാര്യപരിപാടികളിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നതിന് മുൻപായി അൺഫോർച്ചുനേറ്റ്ലി ഇന്നലെ അർജുൻ സി എന്ന ഇക്കോഫോസിലെ ഒരു വിദ്യാർത്ഥി, ഫസ്റ്റ് ഇയർ ബിടെക് ഫുഡ് ടെക്നോളജിയിലെ ഒരു സ്റ്റുഡൻറ്റിനെ നമുക്ക് നഷ്ടമായിരിക്കുകയാണ്. സോ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ഒരു നിമിഷം മൗന പ്രാർത്ഥനയ്ക്ക് വേണ്ടി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു, പ്ലീസ്. താങ്ക് യു സോ മച്ച്. അടുത്തതായി ഈ അന്താരാഷ്ട്ര ഊർജ്ജ മേളയുടെ ലക്ഷ്യങ്ങളും പ്രാധാന്യവും വിശദീകരിച്ചുകൊണ്ടും നമ്മുടെ മുഖ്യ അതിഥികളെ ഈ ഒരു സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനും വേണ്ടി എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ കേരള, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പവർ, ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഡയറക്ടർ ഡോക്ടർ ആർ ഹരികുമാർ സാറിനെ ഏറ്റവും ആദരവോടെ, ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പ്ലീസ് സർ, ഓവർ ടു യു. നമസ്കാരം.
എല്ലാവരും മൊബൈൽ ഫോണൊന്ന് സൈലൻറ്റ് മോഡിലിട്ടാൽ നന്നായിരിക്കുമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ സ്ഥാപിതമായത് 1996 ഫെബ്രുവരി 7 ഒരു സ്വയംഭരണ സ്ഥാപനമായിട്ട് ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി സൊസൈറ്റീസ് ആക്ട് അനുസരിച്ചിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തത്. അതിൻ്റെ സ്ഥാപക ദിനമാണ് ഇന്ന്, 31ാമത്തെ സ്ഥാപക ദിനം. അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 3 കൊല്ലമായിട്ട്, ഇത് 3ാമത്തെ കൊല്ലമാണ്, രാജ്യാന്തര ഊർജ്ജമേള എന്ന് പറഞ്ഞിട്ട് നടത്തുന്നു. 2024-ലും 25-ലും തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു. 26-ൽ നമ്മൾ കൊച്ചിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്നത്തെ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് തൃപ്പൂണിത്തറ നിയമസഭാ മണ്ഡലത്തിലെ ബഹുമാനപ്പെട്ട MLA ശ്രീ K. ബാബു അവർകളാണ്. അദ്ദേഹത്തെ ഏറെ ആദരവോടുകൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ് ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ K. കൃഷ്ണൻകുട്ടി അവർകൾ. പക്ഷേ അദ്ദേഹത്തിന് പെട്ടെന്ന് വന്ന ചില കാരണങ്ങൾ കൊണ്ട് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നില്ല. അദ്ദേഹം ഓൺലൈനായിട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ മുഖ്യപ്രഭാഷണം നടത്താനായിട്ട് കേരളത്തിൻ്റെ ഊർജ്ജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ പുനീത് കുമാർ IAS അവർകളും ഡൽഹിയിലാണ്. എത്തിച്ചേരാനായിട്ട് വേറൊരു അസൗകര്യം മൂലം കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം മുഖ്യപ്രഭാഷണം ഓൺലൈനായിട്ട് നടത്തും. ഞങ്ങളുടെ ഈ സ്ഥാപക ദിനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ IFK തുടങ്ങിയ അന്ന് മുതൽ കഴിഞ്ഞ 2 വർഷവും ഫൗണ്ടേഷൻ ഡേ ലെക്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി നടത്തുന്നുണ്ടായിരുന്നു. ആദ്യത്തെ കൊല്ലം VSSC ഡയറക്ടറായിരുന്നു നടത്തിയത് 2024. 2025-ൽ KDISC എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ മെമ്പർ സെക്രട്ടറി ആയിരുന്നു. ഇന്ന് ഈ ഫൗണ്ടേഷൻ ഡേ ലെക്ചർ നടത്തുന്നത് കുഫോസിൻ്റെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ A. ബിജുകുമാർ അവർകളാണ്. അദ്ദേഹത്തെ ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് ഇവിടെ മാന്യ സാന്നിധ്യം വഹിക്കുന്നത് ശ്രീ അനിൽ കുര്യാക്കോസ്, ജോയിൻറ്റ് ഡയറക്ടർ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ്. അദ്ദേഹത്തെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ സന്തോഷ് KT, ഡെപ്യൂട്ടി ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എറണാകുളം. അദ്ദേഹത്തെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ സഹപ്രവർത്തകൻ എനർജി എഫിഷ്യൻസി ഡിവിഷൻ ഹെഡ് എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററിലെ ശ്രീ ജോൺസൺ ഡാനിയൽ, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. സദസ്സ് സമ്പന്നമാക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററിൻ്റെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സർ, ഇന്ന് ഈ രാജ്യാന്തര ഊർജ്ജമേള നടക്കുന്ന ഈ 3 ദിവസം 7, 8, 9 തീയതികളിൽ വിവിധ തരത്തിലുള്ള പരിപാടികളാണ് ഇവിടെ പല വെന്യൂകളിലായിട്ട് നടക്കുന്നത്. ഇവിടെ നേരത്തെ കമ്പയർ ചെയ്യുന്ന സുഹൃത്ത് സൂചിപ്പിച്ചു. എന്നിരുന്നാലും പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ മാത്രം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 41 വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നുള്ള കുട്ടികളുടെ അവിടെ പല കോമ്പറ്റീഷൻസ് നടത്തി അവിടെ നിന്ന് വിജയിച്ച് വന്ന ആൾക്കാരുടെ കോമ്പറ്റീഷൻസ് ഇവിടെ LP UP സ്കൂള് വിഭാഗം ഇന്ന് നടക്കുന്നുണ്ട്. നാളെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം നടക്കും. മറ്റന്നാൾ യൂണിവേഴ്സിറ്റി വിഭാഗത്തിൻ്റെ സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻ നടക്കും. കേരള സ്റ്റുഡൻസ് എനർജി കോൺഗ്രസ് എന്നാണ് നമ്മളതിനെ പേരിട്ടിരിക്കുന്നത്. അതോടൊപ്പം ബോയിലേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സഹകരിച്ചിട്ട് ഇന്ന് ഈ ഇനോഗ്രൽ സെഷന് ശേഷം ഇവിടെ ഊർജ്ജ സംരക്ഷണം, തെർമൽ യൂട്ടിലിറ്റീസിൽ താപോർജ്ജമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന യൂട്ടിലിറ്റീസിലുള്ള എനർജി കൺസർവേഷനെ കുറിച്ചിട്ടുള്ള സാങ്കേതിക സെമിനാർ ഈ എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററിൻ്റെ അക്രഡിറ്റഡ് എനർജി ഓഡിറ്റേഴ്സും പങ്കെടുക്കുന്ന സാങ്കേതിക സെമിനാർ ഇവിടെ നടക്കും. നാളെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റുമായിട്ട് സഹകരിച്ച് ഊർജ്ജ സംരക്ഷണം എവിടെയെങ്കിലും കുഴപ്പം പറ്റുന്നത് ഇലക്ട്രിക്കൽ സേഫ്റ്റിയിലും കുഴപ്പം പറ്റുമ്പോഴാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ നേതൃത്വത്തിലുള്ള ചർച്ചകളായിരിക്കും ഇവിടെ നടക്കുന്നത്. മറ്റന്നാൾ എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ ബൈലാറ്ററൽ മൾട്ടിലാറ്ററൽ ഏജൻസീസ് പലരുമായിട്ടും MOU സൈൻ ചെയ്തിട്ടുണ്ട്. അത് സൗത്ത് കൊറിയയിലുള്ള സിയോൾ ആസ്ഥാനമാക്കിയുള്ള ഗ്ലോബൽ ഗ്രീൻ ഗ്രോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട്, UK ലണ്ടൻ ആസ്ഥാനമാക്കിയിട്ടുള്ള ഗ്ലോബൽ ബിൽഡിംഗ് പെർഫോമൻസ് നെറ്റ്വർക്ക്, US ആസ്ഥാനമാക്കിയുള്ള ക്ലാസ്പ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇന്ത്യക്കകത്തും പുറത്തുമുള്ള സംഘടനകളും
അസോസിയേഷൻസുമായിട്ടൊക്കെ MOU സൈൻ ചെയ്തിട്ടുണ്ട്. അവർ ചില പരിപാടികൾ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള അവതരണങ്ങളും പാനൽ ഡിസ്കഷനുമായിരിക്കും മറ്റന്നാൾ നടക്കുന്നത്. അതോടൊപ്പം ഇതിൻ്റെ ഈ വേദിക്ക് തൊട്ട് പുറത്തുള്ള ഫുഡ് കോർട്ടിൻ്റെ അകത്ത് ഒരു സീ ഫുഡ് ഫെസ്റ്റ്, കുഫോസിൻ്റെ വിദ്യാർത്ഥി സമൂഹം അവതരിപ്പിക്കുന്ന ഒരു സീ ഫുഡ് ഫെസ്റ്റ് ഉണ്ട്. അവർ തന്നെ അവതരിപ്പിക്കുന്ന വൈകുന്നേരം 6 മണിക്ക് ശേഷം ഇവിടെ ഒരു കൾച്ചറൽ ഇവൻ്റ് നടക്കുന്നുണ്ട് ഇതേ വേദിയിൽ. നാളെയും ഇതേ വേദിയിൽ 6 മണിക്ക് ശേഷം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഉത്സവ അന്തരീക്ഷമാണ്. ഇവിടെ സാങ്കേതികമായിട്ട് വളരെ ഹാർഡ് കോർ ടെക്നിക്കലായിട്ടുള്ള കണ്ടൻറ്റ് നടത്തുന്ന പരിപാടികളും നടക്കുന്നുണ്ട്. മറ്റ് കുറച്ച് ലൈറ്റായിട്ടുള്ള പൊതുജനങ്ങൾക്ക് സംവേദിക്കാനായിട്ടുള്ള സംവിധാനങ്ങളും ഇവിടെ നടക്കും. LED ബൾബ് റിപ്പയർ, BLDC ഫാൻ റിപ്പയർ സെഷൻ, ഇലക്ട്രിക് കുക്കിംഗ്, വനിതകൾക്ക് വേണ്ടി ഇലക്ട്രിക് കുക്കിങ്ങിന് ഉള്ള ഡെമോൺസ്ട്രേഷൻ ക്ലാസ്, ഇലക്ട്രിക് പ്രഷർ കുക്കർ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്, ഇതൊക്കെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ ഇത്തവണ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കൊച്ചുകുട്ടികളുടെ പുത്തൻ ആശയങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് കാണിച്ച്, അവരൊരു ജഡ്ജിങ് കമ്മിറ്റിക്ക് മുന്നാലെ കാണിച്ച് അതിനൊരു മത്സരം, അതിനൊരു ഇന്നവേഷൻ എന്ന് പറഞ്ഞിട്ട്, അത് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുള്ള കുട്ടികളുണ്ട്, ഡെൻ്റൽ കോളേജിൽ നിന്നുള്ളവരുണ്ട്, ഒരു സ്കൂളും പങ്കെടുക്കുന്നുണ്ട്. ഏതാണ്ട് 30 സ്റ്റാള് NSS KTUവിൻ്റെ NSS ടെക്നിക്കൽ സെല്ലും CET ഇന്നൊവേഷൻ സെല്ലുമായിട്ട് സഹകരിച്ചിട്ടാണ് ആ പരിപാടി ചെയ്യുന്നത്. ഒരു ഗ്രീൻ എക്സ്പോ എന്ന് പറയുന്ന ഒരു എക്സിബിഷൻ ഇവിടെ നടക്കുന്നുണ്ട്. കേരള ഇലക്ട്രിക്കൽ ട്രേഡേഴ്സ് അസോസിയേഷനും കേരള ഇലക്ട്രിക്കൽ ലൈസൻസ്ഡ് കോൺട്രാക്ടേഴ്സ് വെൽഫെയർ അസോസിയേഷനും കൂടി സംയുക്തമായിട്ടാണ് EMCയുമായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് തന്നെ കുറേയും കൂടി അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള സാങ്കേതിക സെഷൻസ് അതിനകത്ത് പാരലായിട്ട് വേറെ നടക്കുന്നുണ്ട്. കാരക്ക മണ്ഡപം വിജയകുമാർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ, ലളിതകലാ അക്കാദമി മുൻ മെമ്പർ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ചിത്ര രചന, അത് മത്സരമല്ല, കുറച്ച് കലാകാരന്മാരെ, പേരുകേട്ട കലാകാരന്മാരെ വിളിച്ചിട്ട് ഉള്ള ഒരു ചിത്രരചനയും ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വിവിധ പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. ഈ പരിപാടിയിലേക്ക് നിങ്ങളേവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് കുഫോസിലെ ബഹുമാനപ്പെട്ട അക്കാഡമിക് കമ്മ്യൂണിറ്റി ഞങ്ങളോട് വളരെയധികം സഹകരിച്ച് ഈ ഹാളും ഈ ഫെസിലിറ്റിയും ഒക്കെ തന്നിരിക്കുന്ന ഈ കുഫോസിലെ ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ സുഹൃത്തുമായ VC, അതോടൊപ്പം മാധ്യമ സുഹൃത്തുക്കൾ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഓരോരുത്തരെയും ഓരോ പേര് പറഞ്ഞ് ഞാൻ പറയുന്നില്ല, ചില ആളുകളെ പേര് പറഞ്ഞ് പറയേണ്ടതുണ്ട്, അതൊന്നും പറയുന്നില്ല സമയക്കുറവ് മൂലം. എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിന് ബഹുമാനപ്പെട്ട MLA ശ്രീ K. ബാബു അവർകളെ ഹാർദവമായി ക്ഷണിക്കുന്നു. സംസാരിക്കുമ്പോൾ വോളിയം കൂട്ടി വയ്ക്കുകയാണ്. ബഹുമാനായ വൈസ് ചാൻസലർ ഡോക്ടർ B. വിജയകുമാർ, ബഹുമാനരായ ഡയറക്ടർ എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ ശ്രീ ഡോക്ടർ R. ഹരികുമാർ, ബഹുമാനരായ ശ്രീ അനിൽ കുര്യാക്കോസ്, ശ്രീ സന്തോഷ് KT, ശ്രീ ജോൺസൺ ഡാനിയൽ, വിശിഷ്ടാതിഥികളെ, എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററിൻ്റെ ഉദ്യോഗസ്ഥരെ, വിദ്യാർത്ഥിനികളെ, സുഹൃത്തുക്കളെ, കേരള രാജ്യാന്തര ഊർജ്ജമേളയിൽ പങ്കെടുക്കാൻ സാധിച്ചതിലേറെ സന്തോഷമുണ്ട്. എൻ്റെ പൊതുപ്രവർത്തന കാലയളവിൽ ആദ്യമായിട്ടാണ് ഊർജ്ജമേളയിൽ പങ്കെടുക്കുന്നത്. സോളാറുമായി ബന്ധപ്പെട്ട ചില പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു മേളയിൽ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ്. ഇന്നും നാളെയും മറ്റന്നാളുമായി നടക്കുന്ന ഈ മേളയ്ക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. അതോടൊപ്പം തന്നെ
ഇവിടെ ഈ മേളയുടെ ഭാഗമായി അവാർഡുകൾ അല്ല ഞാനല്ല കൊടുക്കണേ, ഇവിടെ കൊടുക്കുന്നുണ്ടല്ലോ. ഇല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള എല്ലാവരെയും ഞാൻ അനുമോദിക്കുകയാണ്. നമുക്കറിയാം ഊർജത്തിൻ്റെ പ്രസക്തി എത്രത്തോളം ഉണ്ട് എന്നറിയാം. നമ്മൾ കാളവണ്ടി യുഗത്തിലേക്കല്ല തിരിച്ചു പോകുന്നത്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ഊർജ ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. വണ്ടിയുടെ ചക്രങ്ങൾ തിരിയണമെങ്കിലും വ്യവസായ സ്ഥാപനങ്ങളിൽ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിലും എല്ലാം ജീവിതം ക്രമപ്പെടുത്തുന്നതെല്ലാം ഊർജവുമായി ബന്ധപ്പെട്ട് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഊർജവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണവും ഊർജ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കാനുള്ള കർമ്മപരിപാടികളും എല്ലാം അതാത് കാലഘട്ടങ്ങളിൽ ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. ഊർജഭാവിയെ ശാക്തീകരിക്കുക എന്നുള്ളതാണ് ഇത്തവണത്തെ ഈ ആഘോഷ പരിപാടികളുടെ പ്രമേയം. കേരളത്തിൽ ഊർജ സംരക്ഷണത്തിൻ്റെ വാക്താവ് എന്ന് പറഞ്ഞാൽ അത് ഇവർ തന്നെയാണ്. എനർജി മാനേജ്മെൻറ്റ് സെൻ്ററാണ്. മറ്റവരെല്ലാം ഡിസ്ട്രിബ്യൂഷനും ജനറേഷനും ഒക്കെയാണ് ഇലക്ട്രിസിറ്റി ബോർഡ്. ഇതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ഉള്ള ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് ഇവരുടെ പ്രവർത്തനത്തിന് അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ പല വിധത്തിലുള്ള ഊർജം ഉപയോഗിക്കുന്നുണ്ട്. ജനസംഖ്യ വർധനവും ജീവിതം കൂടുതൽ മെക്കാനൈസ്ഡാകുന്നതുമെല്ലാം ഊർജ ഉപയോഗം വർദ്ധിക്കുന്ന കാര്യമാണ്. നമ്മൾ പണ്ട് തന്നെ പറയുന്നത് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു മദർ ഇൻഡസ്ട്രി എന്നാണ് ഇലക്ട്രിസിറ്റി ബോർഡിനെ പറയുന്നത്. ഒരു മദർ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡാണ്. കാരണം ഊർജത്തിൻ്റെ വലിയ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ ആ ഊർജം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും സാധാരണഗതിയിൽ മുൻകാലങ്ങളിൽ ചിന്തിക്കുന്നത് വൈദ്യുതിയെക്കുറിച്ചാണ്. വൈദ്യുതിയുടെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള വൈദ്യുതി കിട്ടുന്ന സ്ഥലം കേരളമായിരുന്നു. കാരണം കേരളത്തിൽ ധാരാളം ഹൈഡൽ പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഏലൂർ വ്യവസായ മേഖല എന്ന് പറഞ്ഞാൽ അവിടെയുള്ള വ്യവസായങ്ങളെല്ലാം തന്നെ ഇവിടെ വൈദ്യുതി മിച്ചം ധാരാളം ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ ആ വൈദ്യുതി ഉപയോഗിക്കാൻ വേണ്ടി സർസിപ്പിയുടെ കാലത്ത് ക്ഷണിച്ചു കൊണ്ടുവന്ന കമ്പനികളാണ് നമ്മൾ കറണ്ട് തീനി കമ്പനികൾ എന്ന് പറയുന്ന പഴയ ഇന്ത്യ അലൂമിനിയം കമ്പനി, അതുപോലെ FACT, ഇന്നില്ലാതെ പോയ ഇന്ന് TCM എന്ന് പറയുന്ന കമ്പനിയില്ല, പണ്ടുണ്ടായിരുന്നു. അതുപോലെ TCC, ഇതെല്ലാം ഇവിടുത്തെ മിച്ച വൈദ്യുതി ഉപയോഗിക്കുന്നതിന് വേണ്ടി ധാരാളം വൈദ്യുതി മിച്ചമുണ്ടായ കാലത്ത് ആരംഭിച്ച സ്ഥാപനങ്ങളാണ്. അത് ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ വൈദ്യുതി കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് വൈദ്യുതി വിറ്റ മറ്റ് സംസ്ഥാനങ്ങൾ വിറ്റ ചരിത്രവും അതിനെ തുടർന്നുള്ള ചില പ്രശ്നങ്ങളും ഒക്കെ കേരള ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ വൈദ്യുതിയിൽ നമുക്ക് വൈദ്യുതി ഊർജ്ജത്തെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. അത് നമുക്ക് വലിയ പ്രതിസന്ധിയില്ലായിരുന്നു. എന്നാൽ ജനസംഖ്യ കൂടുതലായി വർദ്ധിച്ചു. അതോടൊപ്പം തന്നെ വൈദ്യുതിയുടെ ഉപയോഗം വർദ്ധിച്ചു. നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മുടെ അടുക്കള തന്നെ നോക്കിയാൽ മതി. ഇപ്പോൾ പണ്ടില്ലാത്ത വിധത്തിൽ വൈദ്യുതി ധാരാളം അരയ്ക്കുന്നതും പൊടിക്കുന്നതും എല്ലാം ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുള്ള ചെറിയ ചെറിയ യന്ത്രങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഉപയോഗം വർദ്ധിക്കുകയാണ്. എന്നാൽ അതനുസരിച്ച് നമുക്ക് ഹൈഡൽ വൈദ്യുതി കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനുള്ള സാഹചര്യമില്ല. അതിൻ്റെ കാരണം നമുക്കറിയാം. ഒന്ന്, ജൈവ വൈവിധ്യങ്ങൾ തകരുന്നുള്ള വലിയ പ്രക്ഷോഭണങ്ങൾ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, അങ്ങനെ ഭൂമി ഒരുപാട് വെള്ളത്തിലായിപ്പോവും എന്നുള്ള പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആതിരപ്പള്ളി പദ്ധതി ഇതുപോലെ തുടങ്ങാൻ സാധിച്ചിട്ടില്ല. ഔദ്യോഗികമായി ഇല്ലെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഔദ്യോഗികമായി ഇപ്പോഴും ഇല്ല എന്ന് പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നമ്മുടെ സിൽവർ ലൈനും ഇല്ലെന്ന് ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല, പക്ഷെ നടക്കാൻ പോകുന്നില്ല എന്നുള്ള ആ പ്രശ്നം അവശേഷിക്കുന്നുണ്ട്.
മഞ്ഞക്കുറ്റികൾ മാത്രമായിരിക്കും ബാക്കി വരാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് മറ്റൊരു മാർഗം ഹൈഡലുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഹൈഡൽ പ്രോജക്റ്റ് വൈദ്യുതി എന്ന് പറഞ്ഞാൽ നമുക്ക് 30% ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. 30% ഉള്ളൂ. എന്നാൽ 50%ആയിട്ടിത് മിനിമം ഉയർത്തിയെങ്കിലും ചെയ്യേണ്ടതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ചുകൂടി വെള്ളം ഹൈഡൽ പ്രോജക്റ്റിനെ ആശ്രയിക്കാവുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ 5 കൊല്ലമായിട്ട് എനിക്ക് തോന്നുന്നു 5 കൊല്ലം അത് മുന്നോട്ട് പോകുന്നില്ല. അത് ഈ പമ്പ്ഡ് സ്റ്റോറേജ് മറ്റേ സെൻറ്റർ അല്ലേ, പമ്പ്ഡ് സ്റ്റോറേജ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു പരിപാടി ആണ്. അത് നമ്മുടെ മൂലമറ്റത്തു നിന്നൊക്കെ ജനറേഷൻ കഴിഞ്ഞ് ഒഴുക്കി വിടുന്ന വെള്ളം വീണ്ടും പകൽ സമയത്ത് അത് ഡാമിലേക്ക് അടിച്ചു കയറ്റി രാത്രി ജനറേറ്റ് ചെയ്യുക. അപ്പോൾ പകൽ ധാരാളം മറ്റ് വൈദ്യുതി ഊർജ്ജം ഉപയോഗിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് ആ നിലയിൽ ഒരു പ്രോജക്റ്റ് കേരളത്തിൽ ആലോചിച്ചിരുന്നു. പക്ഷെ അത് മുന്നോട്ട് പോയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മന്ത്രിയും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അത് മുന്നോട്ട് പോകുന്നില്ല. അതാണ് ഒരു പ്രധാനമായിട്ട് ഈ ഹൈഡൽ പ്രോജക്റ്റുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ചെറിയ ചെറിയ കുറേ പ്രോജക്റ്റുകൾ 5 മെഗാവാട്ട് 10 മെഗാവാട്ട് അല്ലെങ്കിൽ അതൊന്നും ചെറുകിട വൈദ്യുത പദ്ധതികളൊന്നും കാര്യമായി പോകുന്നില്ല. ഞാൻ കുറ്റം പറയല്ല, ഞാനും ഗവൺമെൻറ് ഭാഗമായി പ്രവർത്തിച്ച ആളാണ്. അതുകൊണ്ട് കാര്യമായ ഹൈഡൽ പ്രോജക്റ്റുകളിൽ നമുക്ക് വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിക്കുന്നില്ല. നേരത്തെ ഉണ്ടായ പ്രോജക്റ്റുകൾ കൂടാതെ ചെറിയ ചെറിയ അതൊന്നും വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾക്ക് പരിഹാരമല്ല. നമുക്ക് ഇപ്പം തന്നെ കേരളത്തിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് വൈദ്യുതി ലഭ്യത തന്നെയാണ്. എപ്പോഴും വൈദ്യുതി ലഭ്യത, ലാൻഡിൻ്റെ ലഭ്യത, വളരെ സമാധാനപരമായ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ, ഇതൊക്കെയാണ് ഇവിടെ കൂടുതൽ നിക്ഷേപം വരുന്നതിനുള്ള സാഹചര്യം. അതിൽ വൈദ്യുതി വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വൈദ്യുതിയുടെ കാര്യത്തിൽ ഇപ്പോൾ ആൾട്ടർനേറ്റീവായിട്ട് പല കാര്യങ്ങളും മുന്നോട്ട്. ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് സോളാറാണ്. സോളാറ് നമുക്കറിയാം, സോളാർ ഉപയോഗം ഇന്ന് വളരെ കൂടുതൽ വർദ്ധിച്ചു വരുന്നുണ്ട്. ആ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യാണ്. കാരണം വീടുകളുടെ എല്ലാം മുകളിൽ സോളാർ സംവിധാനം ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് നമ്മുടെ ആളുകൾ ഇന്ന് വളരെ ബോധവാന്മാരാണ്. അപ്പോൾ ആ സോളാർ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങളുമുണ്ട്. കാരണം ഇപ്പോൾ സോളാർ ഉപയോഗം വർദ്ധിച്ചു വരുമ്പോൾ കേരളത്തിൽ പകൽ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ വൈദ്യുതി എടുക്കാൻ ഇലക്ട്രിസിറ്റി ബോർഡിന് സാധിക്കുന്നില്ല. എനിക്കറിയാം, ഇപ്പോൾ ഇവിടെ തൊട്ടടുത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. ഒരാൾ സോളാർ പ്ലാന്റ് വെച്ചു, വീടിൻ്റെ മുകളിൽ സോളാർ വൈദ്യുതി. അപ്പോൾ അവിടുന്ന് അവർ ഇലക്ട്രിസിറ്റി ബോർഡ് അത് എടുക്കാൻ തയ്യാറില്ല. കാരണം അന്വേഷിച്ചപ്പോൾ അവരുടെ ട്രാൻസ്ഫോമർ കപ്പാസിറ്റി ഇല്ല. ഇതാണ് ഇത് ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു. ഇതാണ് ഇലക്ട്രിസിറ്റി ബോർഡ് അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ അത് പകൽ ഉൽപ്പാദനം വർദ്ധിക്കുന്നുണ്ട്, എന്നാൽ നമുക്കത് പകൽ മുഴുവൻ ഇത് ഏറ്റെടുക്കാൻ ഇലക്ട്രിസിറ്റി ബോർഡിന് സാധിക്കുന്നില്ല. ഇത് സ്റ്റോറ് ചെയ്ത് വയ്ക്കാനുള്ള മറ്റേ നമ്മുടെ പല ഇലക്ട്രിസിറ്റി ബോർഡിനുള്ളതുപോലുള്ള സംവിധാനമില്ല. അതിന് ചിലവ് കുറഞ്ഞതും ദീർഘകാലം ഉപയോഗിക്കാൻ പറ്റുന്നതായ ബാറ്ററികൾ കണ്ടെത്തി തുടങ്ങുന്നുള്ളൂ അല്ലേ? ആയോ? വന്നു തുടങ്ങി. എന്നാലും അതിൻ്റെ വില വളരെ കൂടുതൽ വരുന്നു. അതുപോലെ തന്നെ അതിലേക്ക് ആളുകൾ കടന്നിട്ട് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ ഈ രംഗത്തുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വീടുകളിലെ ഇലക്ട്രിസിറ്റി ഉപയോഗവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഒന്ന് നമ്മൾ വൈദ്യുതി ഉപയോഗം കുറയുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഫ്രിഡ്ജ്, ഇപ്പോൾ തന്നെ ഇലക്ട്രിസിറ്റി കൺസംഷൻ കുറയുന്ന ഫ്രിഡ്ജുകൾ ലഭ്യമാണ്. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജുകൾ വൈദ്യുതി ഉപയോഗം കുറയുന്ന ഫ്രിഡ്ജ് ഉപയോഗിക്കുക. വീട്ടിലെ ലൈറ്റുകളെല്ലാം LED ആയി മാറ്റുക, LED ട്യൂബുകളും ബൾബുകളും ഉപയോഗിക്കുക. അതുപോലെ ഇപ്പോൾ അയൺ ബോക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് പല സമയത്ത് ഓൺ ചെയ്ത് ഉപയോഗിക്കാതെ ഒരുമിച്ച് അയൺ ചെയ്യുന്നൊരു ശീലം, അങ്ങനെയല്ലേ ശീലം ഉണ്ടാക്കുക. അങ്ങനെയൊക്കെ ഉള്ള ചില കാര്യങ്ങൾ. അതുപോലെ ഫാൻ ഉപയോഗം, AC ഉപയോഗം, ഇതെല്ലാം നമുക്ക് ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്ത് പോവുകയാണെങ്കിൽ AC ഓഫ് ചെയ്തിട്ട് പോയാൽ അതിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും. അതുപോലെ നമുക്ക് പലപ്പോഴും പറ്റുന്നത്, ഞാൻ ഉൾപ്പെടെ പറ്റുന്നൊരു അബദ്ധമാണ്, നമ്മൾ ബാത്റൂമിൽ കയറുന്ന സമയത്ത് ലൈറ്റ് ഉണ്ടാവും, കറണ്ട് ഉണ്ടാവും.
ചില സമയത്ത് കറണ്ട് പോകും യാദർച്ഛികമായിട്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ കറണ്ട് ഓഫ് ചെയ്യാൻ മറന്നു പോകും, അത് ഇങ്ങനെ കത്തിക്കിടക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില നമ്മൾ അതുപോലെ ഫാൻ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഫാൻ ഓഫ് ചെയ്യുക, ഓഫീസ് വിട്ടിറങ്ങുമ്പോൾ AC ഓഫ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ചില ശീലങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മുടെ വീടുകളിലെ യും ഓഫീസുകളിലെയും നമ്മുടെ മറ്റ് നമ്മൾ ജീവിക്കുന്ന മേഖലകളിലെയും ഉപയോഗം ഊർജം പാഴായി പോകാതിരിക്കാനുള്ള ഒരു നിലപാട് നമ്മുടെ ഭാഗത്തുനിന്നാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ഊർജത്തിൻ്റെ നഷ്ടം കുറച്ച് ഉപയോഗിക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ ജീവിതത്തിൽ അതല്ലെങ്കിൽ ഒരു ശൈലിയായി അല്ലെങ്കിൽ ഒരു സംസ്കാരമായി വളർത്തിയെടുക്കേണ്ടതുണ്ട്. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. ഇവിടെ അതുപോലെ കൃഷിക്ക് വൈദ്യുതി ഉപയോഗിക്കും, അതുപോലെ സോളാറിലേക്കുള്ള പരിവർത്തനം. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം ആദ്യമായി കേരളത്തിൽ സോളാർ ഉപയോഗിച്ച സ്ഥലം എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ലോകത്തിൽ ആദ്യമായി ഒരു എയർപോർട്ട് പ്രവർത്തിപ്പിച്ചത് നെടുമ്പാശ്ശേരി എയർപോർട്ടാണ്. സാന്ദർഭികമായി പറഞ്ഞിട്ട് ഞാൻ എയർപോർട്ടിൻ്റെ മന്ത്രിയായിരുന്നു. അപ്പോൾ അന്ന് ഞാനാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ഞാൻ മന്ത്രിയായിരിക്കുമ്പോഴാണ് ആ പ്ലാന്റ് തുടങ്ങിയത്. വൈസ് ചാൻസലർ എന്നോട് അറിയാവുന്നൊരു കാര്യമുണ്ട്, ഈ ക്യാമ്പസ് ഇന്നത്തെ രൂപത്തിലാക്കിയെടുത്തതും ഞാൻ തന്നെയാണ്. അപ്പം ഞാനെന്നുള്ള ഭാവമല്ല കേട്ടോ, തെറ്റിദ്ധരിക്കണ്ട. അദ്ദേഹം എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ ഓർത്ത് പറഞ്ഞാണ്. നബാർഡിൽ നിന്നുള്ള ഇതിനുള്ള ഫണ്ടിങ് എല്ലാം നേടിയെടുത്തത് ഞാൻ മുൻകൈ എടുത്തിട്ടാണ്. ഞാൻ എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കരുത്, ഈ സന്ദർഭികമായിട്ട് പറയുന്നതാണ്. അതുപോലെ ഇവിടെ 26 കോഴ്സുകൾ ആരംഭിക്കുന്നു ഞാൻ ഇതിൻ്റെ ചുമതല വഹിച്ചിരുന്നൊരു കാലത്താണ്. ഞാൻ സന്തോഷത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിനുശേഷം കണ്ണൂർ എയർപോർട്ടിനും ഇപ്പോൾ സോളാർ എനർജി ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതും എൻ്റെ കാലത്ത് ആരംഭിച്ചാണ്. ഏതാണ്ട് 80% പൂർത്തിയാക്കിയപ്പോഴാണ് ഇതുപോലൊരു ഫെബ്രുവരി മാസത്തിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഞങ്ങളെല്ലാം പുറത്തു പോയത്. അപ്പോൾ ഏതായാലും അങ്ങനെ അതുപോലെ ഇപ്പോൾ കൊച്ചി മെട്രോ മറ്റേ സോളാറിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ ഒരുപാട് സോളാർ എനർജി ഉപയോഗിക്കുന്ന സംവിധാനം, ഇപ്പോൾ ബോട്ട് ഉപയോഗിക്കുന്ന സംവിധാനം വരുന്നുണ്ട്. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്ന ബോട്ടുകൾ, മണ്ണെണ്ണ ഉപയോഗിച്ചുള്ള വഞ്ചികളും അവരുടെ മത്സ്യബന്ധന യാനങ്ങൾ മണ്ണെണ്ണ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കും. അതിലെല്ലാം സോളാറിലേക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ ആ രംഗത്തെല്ലാം കൂടുതൽ ഗവേഷണങ്ങളൊക്കെ നടക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ വാഹനങ്ങൾ കറണ്ടിലേക്ക് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്ന കാറുകൾ അതിപ്പോൾ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്ന കാറുകളുടെ എണ്ണം കേരളത്തിൽ വർദ്ധിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി എനിക്ക് തോന്നുന്നു അത് വർദ്ധിച്ചു വരുന്നുണ്ട്. എൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ കേരളത്തിൽ 2025 ജനുവരി മുതൽ നവംബർ വരെ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ എണ്ണം 95,899. 2024 അതിനേക്കാൾ 12,631 വാഹനങ്ങൾ കൂടുതലാണ്. പക്ഷേ ഇത് പറയുമ്പോൾ ഒരു കാര്യം, കേരളത്തിൽ കഴിഞ്ഞ തവണത്തെ, ഈ വർഷത്തെ അല്ല, കഴിഞ്ഞ തവണത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഇലക്ട്രിക് കാറുകൾക്ക് ടാക്സ് കൂട്ടി. തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെല്ലാം ഇലക്ട്രിക് കാറുകൾക്ക്, അങ്ങനെയല്ലേ, ഞാൻ കേട്ടതങ്ങനെയാണ്, മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെ, ഇലക്ട്രിക് കാറുകൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന നടപടി സ്വീകരിക്കുന്നതിന് പകരം ഇവിടെ ഇലക്ട്രിക് കാറുകൾക്ക് എന്താണ് അതിൻ്റെ കാര്യമൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഏതായാലും തമിഴ്നാട്ടിൽ ഉള്ള ടാക്സ് ഇളവ് കേരളത്തിൽ ഇലക്ട്രിക് കാറുകൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് നൽകുന്നില്ല. ഉണ്ടായിരുന്നത് കഴിഞ്ഞ ബഡ്ജറ്റിൽ അതിനകത്ത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ സബ്ജക്റ്റ് ടു കറക്ഷൻ, ആർക്ക് വേണമെങ്കിലും അതിനെ തിരുത്താവുന്നതാണ് എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായൊരു ലക്ഷ്യം എന്ന് പറയുന്നത് സീറോ കാർബണിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന ഒന്ന് വാഹനങ്ങളാണ്. ഇപ്പോൾ ഡൽഹിയിലാണെങ്കിൽ നമുക്കറിയാം ഡീസൽ കാറുകൾ തന്നെ നിരോധിച്ചു. ഇപ്പോൾ ഇവിടെ വരുന്ന ടൊയോട്ട ഇന്നോവ കാറുകൾ ഒരുപാട് വില കുറച്ച് ഡൽഹിയിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നതാണ്. എൻ്റെ കാർ അങ്ങനെയല്ല കേട്ടോ, ഇവിടെ തന്നെ വാങ്ങിയതാണ്. അപ്പോൾ ഇപ്പോൾ ധാരാളം ഡൽഹിയിൽ അവൈലബിളാണ്. കാരണം ഡീസൽ കാറുകൾ നിരോധിച്ചു. അവിടെ ആൾട്ടർനേറ്റീവ് ഡീസൽ മാത്രമേ 2 കാർ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നിയന്ത്രണങ്ങൾ വന്നു. അതുപോലെ തന്നെ ഡൽഹി
ഏറ്റവും പൊല്യൂട്ടഡായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും പൊല്യൂട്ടഡായിട്ടുള്ള ഒരു തലസ്ഥാന നഗരം എന്ന് പറയുന്നത് ഡൽഹിയാണ്. അപ്പോൾ അതുകൊണ്ട് ഡൽഹിയിൽ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാരണമായി ഡീസൽ വാഹനങ്ങൾ, അതുപോലെ വാഹനങ്ങളുടെ പൊല്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഒരു ശ്രമങ്ങൾ. അപ്പോൾ അതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇലക്ട്രിക് കാറുകളിലേക്ക് മാറുക എന്നുള്ളതാണ്. അപ്പോൾ ഇലക്ട്രിക് കാറുകൾ ഉപയോഗിക്കുമ്പോൾ അതിന് ഒരു പ്രശ്നമുണ്ട്, ചാർജിങ് സ്റ്റേഷനുകൾ ആവശ്യത്തിന് ഇല്ല. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് ചാർജിങ് സ്റ്റേഷനുകൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നൊക്കെ പ്രഖ്യാപനമൊക്കെ ഉണ്ടായെങ്കിലും യഥാർത്ഥം പറഞ്ഞാൽ ചാർജിങ് സ്റ്റേഷനുകൾ വേണ്ടത്ര ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ദീർഘയാത്രയ്ക്ക് പോകുന്ന ആൾക്ക് പലപ്പോഴും ഇത് ചാർജ് ചെയ്യേണ്ടി വരും. രാത്രി സോളാർ ഉപയോഗിച്ച് ബാറ്ററി ചാർജ് ചെയ്ത പകൽ ചാർജ് ചെയ്താലും തുടർന്ന് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ചാർജ് ചെയ്യേണ്ടി വരും. അപ്പോൾ ചാർജിങ് സ്റ്റേഷനുകളുടെ കുറവ് ഇന്ന് കേരളത്തിലുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം മാലിന്യ സംസ്കരണമാണ്, മാലിന്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് സാധിക്കും നമ്മുടെ നാട്ടിലെ നമ്മുടെ വീടുകളിലെ ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിച്ചാൽ നമുക്ക് ബയോഗ്യാസ് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെയുള്ള ചില മാറ്റങ്ങളിലൂടെ നമുക്ക് നമ്മുടെ ഊർജ പ്രതിസന്ധിയെ നേരിടാൻ നമുക്ക് സാധിക്കണം. തീർച്ചയായിട്ടും ഭാവിയുടെ ഇന്ധനം എന്ന് പറയുന്നത് സൗരോർജ്ജം തന്നെയാണ്. ആ സൗരോർജ്ജം അതുപോലെ പെട്രോളും ഡീസലും ഒക്കെ ഉപയോഗിച്ചുള്ള ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗങ്ങൾ കുറച്ച് സൗരോർജ്ജത്തെ ഉപയോഗിക്കുന്ന ഒരു ജീവിതശൈലി നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏത് മേഖലയിലായാലും ഊർജം പാഴായി പോകാതെ അത് സംരക്ഷിക്കുക. അത് നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ട ഇപ്പോഴത്തെ ആളുകൾക്ക് ഉണ്ട്. കറണ്ട് ബില്ല് വർദ്ധിക്കുമ്പോൾ അത് അറിയാതെ ആ സംസ്കാരം വന്നു പോകും. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ കൽക്കരിയുടെ വില കൂടിയാലും കേരളത്തിൽ 10 പൈസ കൂടുതൽ സർചാർജ് വർദ്ധിപ്പിക്കാൻ പാടില്ല എന്നുള്ള കേരളത്തിലുള്ള ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഒരു 3 മാസം മുമ്പ് സർചാർജിൻ്റെ ആ ലിമിറ്റ് അല്ലേ 10 പൈസ ആയിരുന്നു അല്ലേ, അങ്ങനെയല്ലേ 10 പൈസയായിരുന്നു. അത് കൂടാൻ പാടില്ല എന്നുള്ള നിയമം കേരളത്തിലുണ്ടായിരുന്നു. അത് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ ജാർഖണ്ഡിൽ കൽക്കരിക്ക് വില കൂടുമ്പോഴും ഇവിടെ നമ്മുടെ ചാർജ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ വർദ്ധിച്ചു വരുന്ന ചെലവുകൾ കുറയ്ക്കാനും ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൻ്റെ ഊർജ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കാനും നമുക്ക് ഊർജ സംരക്ഷണം തീർച്ചയായിട്ടും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഊർജ ഭാവിയെ ശാക്തീകരിക്കുക എന്നുള്ള പ്രമേയം അടിസ്ഥാനമാക്കി 3 ദിവസക്കാലം നടക്കുന്ന ചർച്ചകളും പരിപാടികളുമെല്ലാം ഈ മേഖലയിൽ കൂടുതൽ കേരളത്തിന് പ്രയോജനകരമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് വച്ചിരിക്കുന്നു. അധ്യക്ഷ പ്രസംഗം നീണ്ടുപോയെന്ന് എനിക്ക് തോന്നുന്നു. സദയം ക്ഷമിക്കുക. നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ ഫോർ യുവർ വാല്യുബിൾ വേർഡ്സ്. സോ അടുത്ത നമ്മുടെ പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മളിന്ന് അതിഥികൾക്കായി സമർപ്പിച്ച ഈ ഒരു സ്മരണിക ഉപഹാരം എന്നതിലുപരി വലിയൊരു കരുണയുടെയും കരുതലിൻ്റെയും അടയാളമാണ്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ മാതാപിതാക്കളുടെ കൂട്ടായ്മയായിട്ടുള്ള പരിവാർ അംഗങ്ങളാണ് തങ്ങളുടെ അധ്വാനത്തിലൂടെ ഈ മനോഹരമായിട്ടുള്ള ഉപഹാരങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത്. സോ നമ്മുടെ നാടിൻ്റെയും പൂരങ്ങളുടെ നാടായിട്ടുള്ള നമ്മുടെ തൃശ്ശൂരിൻ്റെ തനിമ തുടിക്കുന്ന ആ ഒരു നിർമ്മിതി ആ ഒരു മാതാപിതാക്കളുടെ നിശ്ചയദാർഢ്യത്തിൻ്റെയും ആ ഒരു പ്രതീകമാണ്. സോ ഇത്തരത്തിലുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള ഇത്തരത്തിലുള്ള ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നതിന് നമ്മുടെ എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററിന് സംബന്ധിച്ചിടത്തോളം ഒരു വളരെ അധികം അഭിമാനകരമായിട്ടുള്ളൊരു നിമിഷമാണ്. സോ നിറഞ്ഞൊരു കയ്യടിയോടെ നമുക്ക് ആ ഉപഹാരങ്ങൾ നമ്മുടെ മുഖ്യ അതിഥികൾക്ക് ഒന്ന് സമർപ്പിക്കാം പ്ലീസ്. താങ്ക് യു സോ മച്ച്. സോ അടുത്തതായിട്ട് നമ്മുടെ 3rd എഡിഷൻ ഓഫ് നമ്മുടെ കേരള രാജ്യാന്തര ഊർജ്ജ മേളയുടെ ഔപചാരിക ഉദ്ഘാടന ചടങ്ങിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സോ
ബഹുമാന്യനായ നമ്മുടെ വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി അദ്ദേഹത്തെ ഏറ്റവും ആദരവോടെ ഓൺലൈൻ മുഖേന ഞാൻ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സോ ഓൺ ദാറ്റ് നോട്ട് എവറിബഡി, ഓൾ ഐസ് ഓൺ ദി സ്ക്രീൻ. നമ്മുടെ ഇൻ്റർനാഷണൽ എനർജി ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ 3rd എഡിഷൻ 2026ൻ്റെ ഔപചാരിക ഉദ്ഘാടന ചടങ്ങിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അദ്ദേഹം നമ്മളെ ഓൺലൈൻ മുഖേന ആയിരിക്കും ജോയിൻ ചെയ്യുന്നത്. ഏവരും സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു, പ്ലീസ്. ബഹുമാന്യരെ, എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന രാജ്യാന്തര ഊർജ്ജമേളയുടെ 3ാം എഡിഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ആദ്യത്തെ 2 ഘട്ടങ്ങൾ കൈവരിച്ച വൻ വിജയത്തിൻ്റെ ആത്മവിശ്വാസവും പ്രചോദനവുമാണ് ഈ മേളയെ ഇത്ര വിപുലമായ ഒരു തലത്തിലേക്ക് നയിച്ചത്. എംപവറിംഗ് എനർജി ഫ്യൂച്ചർ അഥവാ കേരളത്തിൻ്റെ ഊർജ്ജഭാവിയെ ശാക്തീകരിക്കുക എന്ന അർത്ഥവത്തായ പ്രമേയത്തിലാണ് ഈ വർഷത്തെ മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഊർജ്ജരംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതിൻ്റെ അനിവാര്യതയും അതോടൊപ്പം നവീന സാങ്കേതിക മാറ്റങ്ങളെ സ്വീകരിച്ച് സുസ്ഥിരമായ ഊർജ്ജ മാതൃകകൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഈ വേദി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ മേളയുടെ ഏറ്റവും ആകർഷണമായി മാറുന്നത് ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഗ്രീൻ എക്സ്പോ തന്നെയാണ്. ഊർജ്ജക്ഷമതയുള്ള അത്യാധുനിക ഗൃഹോപകരണങ്ങൾ, പുതിയ ബാറ്ററി സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ ഇലക്ട്രിക് വാഹനങ്ങൾ, സൗരോർജ്ജ ഉൽപ്പന്നങ്ങൾ എന്നിവ സമഗ്രമായ ഒരു പ്രദർശനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സാധാരണക്കാർക്ക് ഇത്തരം നവീന സാങ്കേതിക വിദ്യകളെ നേരിട്ട് പരിചയപ്പെടാനും അവയുടെ പ്രായോഗികതയും ഗുണനിലവാരവും മനസ്സിലാക്കുവാനും ഈ എക്സ്പോ വലിയ സഹായമാകും. ഇതോടൊപ്പം നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾക്കും സംരംഭകർക്കുമായി ഒരുക്കിയിട്ടുള്ള വൈദ്യുതി പാചകം അഥവാ കുക്കിംഗ് പ്രായോഗിക പരിശീലന സെക്ഷൻ പ്രത്യേകം ശ്രദ്ധേയമാണ്. അടുക്കളകളിൽ സുരക്ഷിതമായും ലാഭകരമായും വൈദ്യുതി ഉപയോഗിച്ച് പാചകം ചെയ്യാനുള്ള അറിവ് നമ്മുടെ ഊർജ്ജ ഉപയോഗ ശീലങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല. ഈ പ്രദർശനം വെറും എക്സ്പോ മാത്രമല്ല, സാങ്കേതിക അറിവുകൾ പങ്കുവയ്ക്കുന്നതിനും പുതിയ മാറ്റങ്ങൾ അടുത്തറിയുന്നതിനുമുള്ള സമഗ്ര വിജ്ഞാന വേദിയാണ്. വിവിധ സർക്കാർ വകുപ്പുകളുടെയും അന്താരാഷ്ട്ര ഏജൻസികളുടെയും ഏകോപനമാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് ബോയിലർ സുരക്ഷയെക്കുറിച്ചും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വിഭാഗം ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകൾ, ബാറ്ററി സ്റ്റോറേജ് സംവിധാനങ്ങൾ എന്നിവയിലെ സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ച് നടത്തുന്ന ബോധവൽക്കരണ സെക്ഷനുകൾ ഏറെ പ്രയോജനകരമായിരിക്കും. ഗ്ലോബൽ ഗ്രീൻ ഗ്രോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ പ്രമുഖ ഏജൻസികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന അവതരണങ്ങളും പാനൽ ചർച്ചകളും ഈ മേളയുടെ വൈജ്ഞാനിക നിലവാരം ഉയർത്തുന്നതാണ്. ഭാവി കേരളത്തിന് ഊർജ്ജാവശ്യങ്ങൾ മുൻനിർത്തി തോറിയത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് ആറ്റോമിക് എനർജി റിട്ടയേഴ്സ് അസോസിയേഷനുമായി ചേർന്ന് നടത്തുന്ന ചർച്ചകൾ നമ്മുടെ നയരൂപീകരണത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകും. യുവതലമുറയുടെ ലക്ഷ്യം വെച്ച് പ്രൊഫസർ വി കെ ദാമോദരൻ്റെ സ്മരണാർത്ഥം സംഘടിപ്പിച്ചിരിക്കുന്ന പ്രോജക്റ്റ് എക്സ്പോ 14 ജില്ലകളിൽ എനർജി ക്ലബ്ബുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ മത്സരങ്ങൾ എന്നിവ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്കും സൃഷ്ടിപരമായ ചിന്തകളിലേക്കും അവരെ നയിക്കുമെന്ന് ഉറപ്പാണ്. ജനകീയ കൂട്ടായ്മകളിലൂടെ നവീന സാങ്കേതിക വിദ്യകളുടെയും ഹരിതാപവും കാർബൺ രഹിതവുമായ ഒരു കേരളം കെട്ടിപ്പടുക്കുന്നതിന് ഈ രാജ്യാന്തര ഊർജ്ജമേള ഒരു വഴിത്തിരിവാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മേള ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. ലെറ്റ്സ് പുട്ട് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. നമ്മുടെ കേരള രാജ്യാന്തര ഊർജ്ജമേള ഇൻ്റർനാഷണൽ എനർജി ഫെസ്റ്റിവൽ ഓഫ് കേരള 2026 അതിൻ്റെ 3rd എഡിഷൻ്റെ ഔപചാരിക ഉദ്ഘാടനം സമാപിച്ചിരിക്കുകയാണ്. നിറഞ്ഞൊരു കൈയടിയോടെ ലെറ്റ്സ് സ്റ്റാർട്ട് ദിസ് 3 days ടുവേർഡ്സ് ബെറ്റർ സസ്റ്റൈനബിൾ എനർജി ഫ്യൂച്ചർ. താങ്ക് യു സോ മച്ച്. അടുത്തതായി നമ്മുടെ കേരള രാജ്യാന്തര ഊർജ്ജമേളയുടെ ഉദ്ഘാടന ചടങ്ങിലെ മുഖ്യപ്രഭാഷണം അവതരിപ്പിക്കുന്നതിനായി ശ്രീ പുനീത് കുമാർ IAS, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഊർജ്ജ വകുപ്പ്, കേരള സർക്കാർ അവരുകളെ ഏറ്റവും ആദരവോടെ ഓൺലൈൻ മുഖേന തന്നെ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. Honorable Minister for Electricity Shri K. Krishnankutti, Honorable MLA Shri K. Babu, Honorable Vice Chancellor of QFOS Professor Dr. A. Biju Kumar, esteemed dignitaries on the dais and off the dais, distinguished delegates from India as well as abroad, representatives of regulatory authorities, international organizations, industry, academia, and civil society, dear students and participants, and ladies and gentlemen. It is a privilege indeed to address this distinguished gathering at the International Energy Festival of Kerala 2026, organized by the Energy Management Center Kerala at Professor V. K. Damodaran Nagar within the campus of the Kerala University of Fisheries and Ocean Studies. Hosting this festival within a university campus is not incidental.
it underscores Kerala's conviction that sound energy policy must be anchored in science, research, and institutional knowledge and translated into practice through effective governance. The International Energy Festival of Kerala, and now in its third edition, reflects the state's consistent and evolving policy commitment to energy efficiency, clean energy transition, and climate responsive development. Over the years, IEFK has emerged as a credible forum where global best practices intersect with the local policy innovation, enabling Kerala to move from intent to implementation. The global energy system is at historic inflection point. Decarbonization, decentralization, digitalization, and electrification are reshaping how energy is produced, transmitted, stored, and consumed. For a state like Kerala, with constrained conventional energy resources, high human development indicators, rapid urbanization, and growing electricity demand, the central policy challenge is extremely clear: how to ensure reliable, affordable, and clean energy without compromising safety, fiscal prudence, or environmental integrity. This is indeed the biggest challenge. In this context, energy efficiency is not a peripheral intervention. It is the cornerstone of our energy strategy and absolute imperative at this juncture. It is the most cost-effective resource available to us, one that reduces demand pressures, defers infrastructure investments, enhances system reliability, and directly contributes to climate mitigation. Energy efficiency, therefore, must be treated not merely as a program, but as a governing principle across sectors: industry, buildings, transport, utilities, and public institutions. IEFK 2026 is particularly significant because it brings together the full spectrum of the energy ecosystem: policymakers, regulators, utilities, technology providers, industry leaders, researchers, and students. This integrated approach is essential if we are to address complex challenges such as peak demand management, grid flexibility, storage integration, safety in electrification, and the transition to clean mobility. A key highlight of this festival is the Kerala State Energy Conservation Awards, which recognize organizations that have demonstrated leadership in adopting energy efficient and low carbon practices. These awardees serve as living proof that regulatory compliance, operational efficiency, and environmental responsibility are mutually reinforcing objectives. Their experience provides valuable lessons for scaling up best practices across sectors and across globe. I am particularly encouraged by the active engagement of the regulatory and enforcement departments also in this festival. The technical sessions led by the Department of Factories and Boilers on efficient boilers, cogeneration, and industrial safety, and by the Department of Electrical Inspectorate on electrical safety, battery energy storage systems, and EV charging infrastructure collectively reflect a critical policy shift from reactive enforcement to anticipatory, knowledge-driven regulation. As energy systems become more complex, the role of regulators in enabling innovation while safeguarding public safety becomes even more vital. Equally important is the policy dialogue with the Atomic Energy Retirees Association, which examines long-term energy demand and the potential role of the nuclear power in Kerala's overall energy mix. Long-term energy planning requires us to engage
with all viable options grounded in scientific evidence, risk assessment, and public interest. Such informed and balanced deliberations are indispensable as we chart pathways towards long-term energy security and system resilience. The participation of national and international think tanks associated with NITI Aayog, Government of India, working on the demand flexibility, low emission buildings, carbon markets, and climate smart programs reinforces Kerala's role as a state that not only implements national policy frameworks but also contributes substantively to their evolution and refinement. Kerala's experience demonstrates how subnational governments can act as laboratories for policy innovation. I am especially heartened by the strong emphasis on youth engagement and innovation. The Student Project Expo, organized in the memory of Professor V.K. Damodaran and the activities of the Kerala State Energy Clubs, remind us that the success of energy transition ultimately depends on human capital. Engineers, researchers, regulators, and entrepreneurs who are technically competent, ethically grounded, and socially committed are the key workforce which is involved in taking these challenges forward. The IEFK Green Expo, showcasing energy efficient appliances and technologies in partnership with industry and trade bodies, plays a crucial role in bridging the gap between policy intent and market adoption. Energy efficiency must move beyond policy documents and pilot projects to become a mainstream consumer and institutional choice. Kerala's energy transition is not merely about megawatts or technologies. It is also about governance, institutional capacity, regulatory credibility, and public trust. It will succeed only through sustained collaboration between the government, regulators, industry, academia, and citizens. IEFK 2026 stands as a powerful catalyst in this journey, strengthening partnerships, deepening technical discourses, and reaffirming our shared responsibility to future generations. I commend the Energy Management Center, Kerala, for its strategic leadership and institutional vision. I congratulate all partners, participants, and award winners, and I wish the International Energy Festival of Kerala 2026 every success in advancing Kerala's leadership in energy efficiency, clean energy, and sustainable development. Thank you very much. Jai Hind. Thank you, sir. Thank you so much for your very thoughtful and informative keynote address. Moving on, അടുത്തതായിട്ട് സ്ഥാപന ദിന പ്രസംഗത്തിന് വേണ്ടി കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് കൊച്ചി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ എ ബിജുകുമാർ സാറിനെ ഏറ്റവും ആദരവോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് സർ, ഓവർ ടു യു. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ഞാൻ ഈ സ്ഥാപന ദിന പ്രഭാഷണം തുടങ്ങുന്നതിന് മുമ്പ് രണ്ടുപേരെ ഓർക്കുകയാണ്. അതിലൊന്ന് ഇന്നലെ വരെ കുഫോസിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ബിടെക് വിദ്യാർത്ഥി ഇന്ന് രാവിലെ ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. അർജുൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അർജുനെ ഓർക്കുന്നു. രണ്ടാമത് ഈ ഹാളിൻ്റെ തന്നെ പേരിട്ടിരിക്കുന്ന VK ദാമോദരൻ സർ. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെ ചില കാര്യങ്ങളിൽ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ 3 വർഷം കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കമ്മിറ്റിയിൽ വർക്ക് ചെയ്യുമ്പോൾ പല കമ്മിറ്റികളുടെയും ചെയർമാൻ അദ്ദേഹമായിരുന്നു. അതിനുശേഷം എൻവയോൺമെൻറ്റൽ കോൺഗ്രസ്, കേരള എൻവയോൺമെൻറ്റൽ കോൺഗ്രസിൻ്റെ ചെയർപേഴ്സണായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ആദ്യമായിട്ട് കേരളത്തിൽ ഊർജ മാനേജ്മെൻറ്റ് എന്ന് 2 വാക്കുകൾ കേൾക്കുന്നതും ദാമോദരൻ സാറിൻ്റെ നിന്നാണ്.
അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ചൈന യാത്രകൾ, അത് കഴിഞ്ഞ് വന്നിട്ട് അദ്ദേഹം ചൈനയിൽ കണ്ട ഊർജ്ജ സംരക്ഷണ മാർഗങ്ങളെ പറ്റിയിട്ടുള്ള ചർച്ചകളിലൊക്കെ കേട്ടിരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇന്ന് ഈ ഹാളിൽ ഈ ചടങ്ങ് നടക്കുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമതൊരു ഫിഷറീസ് സർവകലാശാലയിലെ വൈസ് ചാൻസലർ എന്താണ് ഊർജ്ജത്തെപ്പറ്റി സംസാരിക്കുന്നതെന്നുള്ളൊരു ചോദ്യം, ഒരു സംശയമൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. പക്ഷേ അതിനകത്ത് അതിൻ്റെ ഒരു ഉത്തരവെന്ന് പറയുന്നത്, പിന്നെ ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ 30 കൊല്ലമായിട്ട് എൻ്റെ സുഹൃത്തായ എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററിൻ്റെ ഡയറക്ടറും കൂടെയായ ഡോക്ടർ ഹരി, അദ്ദേഹം ഇതിനു വേണ്ടി എന്നെ ക്ഷണിക്കുമ്പോൾ ഞാൻ ഓർത്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഞങ്ങളെല്ലാവരും കൂടി ഓർഗനൈസ് ചെയ്ത പല പരിപാടികളിൽ ഒന്ന് ഊർജ്ജ ഉത്സവവും കൂടിയായിരുന്നു എന്നുള്ളതും കൂടിയാണ്. ഞങ്ങൾ കുറച്ചുപേര് ശാസ്ത്രജ്ഞരും മറ്റ് ചില ജേർണലിസ്റ്റുകളെല്ലാം കൂടി തിരുവനന്തപുരത്ത് ഒരു കൂട്ടായ്മയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഊർജ്ജ ഫെസ്റ്റിവലും ബയോഡൈവേഴ്സിറ്റി ഫെസ്റ്റിവലും ഒക്കെ നടത്തുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന ഒരു വികാരമെന്ന് പറയുന്നത് ഇതൊരു സെമിനാറല്ല, ഇൻ്റർനാഷണൽ സെമിനാറല്ല, ഇത് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലാണ് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു സെമിനാറും ഒരു ഉത്സവവും തമ്മിലുള്ള ഒരു കണക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെമിനാർ എപ്പോഴും ഒരു അക്കാഡമിക് ചർച്ചകൾക്ക് അപ്പുറത്തേക്ക് ഇതിൻ്റെ ഊർജ്ജം പുറത്തേക്ക് പ്രസരിപ്പിക്കുന്നില്ല എങ്കിൽ, അത് ഒരു ഉത്സവമാകുമ്പോൾ ഇതിൻ്റെ ഊർജ്ജം എല്ലാവരിലേക്കും പകർന്നു കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വ്യത്യാസമായിട്ട് ഞാൻ കാണുന്നത്. ഇവിടെ അക്കാദമിക് ചർച്ചകൾക്കപ്പുറം ഈ ചർച്ചകളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ ഊർജ്ജം പുറത്തേക്ക് പ്രസരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഹാളിലിരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരെ ഞാനിവിടെ കാണുന്നതും. ഒരുപക്ഷെ ഞങ്ങൾക്ക് തന്നെ സെമിനാർ നടത്തുമ്പോൾ ഈ ഹാൾ നിറഞ്ഞു കാണാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ ഈ ഹാൾ നിറഞ്ഞിരിക്കുന്നത് ഈ ഒരു പങ്കാളിത്തവും കൂടി എൻഷുർ ചെയ്യുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ ഈ ഊർജ്ജ സംരക്ഷണം എന്ന് പറയുന്ന ആശയത്തിൻ്റെ പ്രസക്തി സാധാരണക്കാരിലേക്ക് എത്തുന്നു എന്നുള്ളത് ആണ് ഇതിൻ്റെ ഈ ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് നമ്മൾ കാണേണ്ടത് എന്നുള്ളതാണ് തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത്. 1996 ഒരു സ്വയംഭരണ സ്ഥാപനമായിട്ട് തുടങ്ങിയ ഒരു വൈദ്യുതി വകുപ്പിൻ്റെ കീഴിൽ തുടങ്ങിയ ഒരു സ്ഥാപനം എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ, അതിൻ്റെ സ്ഥാപക ദിന പ്രഭാഷണത്തിനാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ ഓർക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, കേരളം എക്കാലവും മറ്റ് സംസ്ഥാനങ്ങൾക്കൊരു മാതൃകയായിരുന്നു എന്നുള്ളതാണ്. അത് ഊർജ്ജ രംഗത്ത് മാത്രമല്ല, അത് എങ്ങനെയാണ് ശാസ്ത്രത്തെ നമ്മുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താമെന്ന് ലോകത്ത് തെളിയിച്ച ഒരു സംസ്ഥാനവും കൂടിയാണ് കേരളം എന്നുള്ളത് കേരളത്തിനെ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വേറിട്ടു നിർത്തുന്ന ഒരു സംഭവമാണ്. ഒരുപക്ഷെ കേരളം എന്ന് പറയുന്നത് ഇന്നും നീതി ആയോഗിൻ്റെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലൊക്കെ നമ്പർ 1 നിൽക്കുന്നുവെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ശാസ്ത്രം നമ്മൾ ക്ലാസ് മുറികളിൽ പഠിക്കുകയല്ല, മറിച്ച് സാധാരണക്കാരും ഈ ശാസ്ത്രത്തിൻ്റെ ഉപയോഗവും സാധ്യതകളെയും ചർച്ച ചെയ്യുന്നുവെന്നും പ്രയോഗത്തിൽ വരുന്നു എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടായിരിക്കാം ആദ്യത്തെ ഇലക്ട്രോണിക് പാർക്ക് ഇന്ത്യയിൽ വരുന്നത് കേരളത്തിലാണ്. ആദ്യത്തെ ഇന്ത്യയിലുള്ള പല സംരംഭങ്ങളും തുടങ്ങുന്നത് കേരളത്തിലാണ് എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ശാസ്ത്രം സാധാരണ ജനങ്ങളിൽ ചിന്തിക്കുന്നു. ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും ശാസ്ത്രത്തെ ചേർത്ത് നിർത്തി വികസനത്തിൻ്റെ ഒരു സ്വപ്നങ്ങൾ കാണുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ് EMCയുടെ തുടക്കത്തിനെ പറ്റി പറയാനുള്ളത് എന്നുള്ളതാണ്. അന്ന് ഈ EMC തുടങ്ങുന്നൊരു കാലഘട്ടത്തിനെ പറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ അന്ന് സുസ്ഥിരത, എനർജി മാനേജ്മെൻറ്റ് എന്നുള്ള വാക്കുകളൊക്കെ നമ്മൾ കേട്ട് തുടങ്ങുന്നതേ ഉള്ളൂ എന്നുള്ളതും കൂടി ആലോചിക്കണം. ആ ഒരു കാലഘട്ടത്തിലാണ് ഇത്തരം 30 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ തുടങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രസക്തി എന്നുള്ളതാണ്. ആ കാലമെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ വന്ന് നിൽക്കുന്നത് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ 2030 ഐക്യരാഷ്ട്ര സംഘടന മുന്നോട്ട് വച്ചിരിക്കുന്ന സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള ഒരു യാത്രയിലാണ് ലോകത്തെ രാജ്യങ്ങളൊക്കെ തന്നെ. അതേസമയം തന്നെ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് സുസ്ഥിര വികസന ലക്ഷ്യം 2030 ഏറ്റവും വലിയ ഒരു അജണ്ട എന്ന് പറയുന്നത് 17 ലക്ഷ്യങ്ങളുള്ളതിൽ 7ാമത്തെ അജണ്ട എന്ന് പറയുന്നത് ഊർജ്ജവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണെന്നും കൂടി ഓർക്കണം. അപ്പോൾ ലോകത്തെ വികസന സങ്കല്പങ്ങളിൽ ഊർജ്ജത്തിന് ഒരു പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട് എന്നുള്ളത് മാത്രമല്ല, മറ്റ് വികസന ലക്ഷ്യങ്ങളുമായിട്ട് ഇത് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതും കൂടി ഇവിടെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ്. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രസക്തിയായിരിക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് ഊർജ്ജ സംരക്ഷണം തന്നെയാണ്. ഊർജ്ജ സംരക്ഷണത്തിലേക്ക് മാറേണ്ടുന്ന സാങ്കേതിക വിദ്യകളും കൂടിയാണ്, ടെക്നോളജികളും കൂടിയാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണമെന്നുള്ളതാണ്. 2 കാര്യങ്ങളാണ് ഈ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കേണ്ടത്. ഊർജ്ജമെന്ന് കേൾക്കുമ്പോൾ എപ്പോഴും നമ്മൾ വൈദ്യുതിയെ പറ്റി മാത്രമാണ് ചിന്തിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ആഗോള കാലാവസ്ഥാ മാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണവും ഈ ഊർജ്ജ ഉപയോഗവും കൂടിയാണെന്നുള്ളത് നമ്മൾ ബന്ധപ്പെടുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ്. കാരണം നമ്മൾ കത്തിച്ചു കളയുന്ന ഫോസിൽ ഫ്യൂൽ ആണ് പ്രധാനപ്പെട്ട കാലാവസ്ഥാ മാറ്റത്തിനുള്ള കാരണം എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഈ ലോകക്രമം തന്നെ ഈ എനർജിയെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ആലോചിക്കേണ്ടി വരും. ഉദാഹരണം, ഇന്നത്തെ ലോകത്തെ മുഴുവൻ ഡ്രൈവ് ചെയ്യുന്നൊരു ഫോഴ്സും കൂടി എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടി വരുമെന്നുള്ളതാണ്. ഉദാഹരണം, ഇപ്പോൾ അടുത്ത കാലത്താണ് അമേരിക്കയുടെ ഒരു താല്പര്യം വെനിസ്വേലയിലേക്ക് വരുന്നത്.
അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ താല്പര്യം മറ്റൊരു രാജ്യത്തെ കീഴടക്കുന്നതിലേക്ക് കയറി വരുമ്പോഴുള്ള പ്രധാനപ്പെട്ട കാരണം അവിടെയും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു ഊർജ്ജ സ്രോതസ്സായി മാറുന്നു എന്നുള്ളതും കൂടി നമ്മൾ തിരിച്ചറിയണമെന്നുള്ളതാണ്. അടുത്ത ഊർജ്ജ സ്രോതസ്സിലേക്കാണ് അടുത്ത ചിന്തയിലേക്ക് ഗ്രീൻലാൻഡിലേക്ക് വരുന്നത്. അപ്പോൾ ആഗോളതലത്തിൽ തന്നെ ഈ ചിന്തകളെല്ലാം ഊർജ്ജവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ആലോചിക്കുമ്പോഴാണ് ഈ സുസ്ഥിര വികസന ലക്ഷ്യം 7 അതിലേക്ക് നമ്മൾ എങ്ങനെ എത്തിച്ചേരും എന്ന് ആലോചിക്കേണ്ടത്. 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് കാണേണ്ടത്. ഊർജ്ജത്തിൻ്റെ ഉപയോഗം മാത്രമല്ല പ്രധാന ലക്ഷ്യമായിട്ട് കാണുന്നത്, എങ്ങനെ ഊർജ്ജം സാർവത്രികമാക്കാം, അതെങ്ങനെ ചെലവ് കുറഞ്ഞതാക്കാമെന്നുള്ളതാണ് ഒന്നാമത്തെ ചിന്ത. രണ്ടാമത് പരിസ്ഥിതി സൗഹൃദമായ ഊർജ്ജം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതാണ് രണ്ടാമത്തെ ചിന്ത. ഈ 2 ചിന്തയിലെ അടിസ്ഥാനമാക്കിയിട്ടാണ് ലോകത്തെ ഈ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട പല ക്രമങ്ങളും മാറി വരുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. ഊർജ്ജം എന്ന് പറയുന്നത് വികസനത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കറ്റലിസ്റ്റായിട്ട് അല്ലെങ്കിൽ ചാലകശക്തിയായിട്ട് മാറുന്ന സമയത്താണ് ഊർജ്ജത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നത് എന്നും കൂടി ആലോചിക്കണം. ഊർജ്ജം എങ്ങനെയാണ് മറ്റ് വികസന ലക്ഷ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നും കൂടി ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പ്രസക്തി മനസ്സിലാകും. ഉദാഹരണം എന്തുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരു മറൈൻ ബയോളജിസ്റ്റായ ഫിഷറീസ് സയൻറ്റിസ്റ്റായ ഞാനിവിടെ നിൽക്കുമ്പോൾ ഇതിൻ്റെ പ്രസക്തി എന്താണെന്ന് ഞാൻ അതിലേക്ക് വരാം. ഇതെല്ലാം കൃഷിയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിക്കണം. ഉദാഹരണം, ലോകത്തെ എനർജി ഉൽപ്പാദനത്തിൻ്റെ 30% ഉപയോഗിക്കുന്നത് കൃഷി മേഖലയിലാണ്. അതായത് ഏറ്റവും 30% ലോകത്തെ മൊത്തം ഊർജ്ജത്തിൻ്റെ ഉപഭോഗത്തിൻ്റെ 30% കാർഷിക മേഖലയിലാണ്. ഏറ്റവും കൂടുതൽ എനർജി പാഴാകുന്നൊരു മേഖലയും കാർഷിക മേഖലയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഐക്യരാഷ്ട്ര സംഘടനയിലെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ എപ്പോഴും നമ്മൾ സമാന്തരമായ ലിങ്കേജിനെ പറ്റി ചിന്തിക്കുമ്പോൾ, പാരൽ ലിങ്കേജിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഊർജ്ജം എങ്ങനെയാണ് കൃഷി മേഖലയിൽ ഊർജ്ജക്ഷമത എങ്ങനെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ്. ഉദാഹരണം, ഇതെല്ലാം പാഴായി പോവുകയാണ്. പലപ്പോഴും നമുക്കറിയാം കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ പെട്ടെന്ന് കേടായി പോകുമ്പോഴത്തേക്ക് ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് ഈ ലോകത്ത് മുഴുവൻ കൃഷിയിടങ്ങളിലെല്ലാം ഇന്ധനങ്ങൾ ഉപയോഗിച്ചുള്ള വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് മിക്കവാറും വളം ഇടാൻ പോലും ഉപയോഗിക്കുന്ന ഡ്രോണുകളെയാണ് ആശ്രയിക്കുന്നത്, പുതിയ ടെക്നോളജികളെയാണ്. ഇവിടെ എല്ലാം ഊർജ്ജത്തിൻ്റെ ആവശ്യം വരുന്ന കാര്യമാണ്. ഉദാഹരണം നിങ്ങൾ നോക്കുന്ന ഇറിഗേഷൻ, ജലസേചനം, ഇവിടെ എല്ലാം ഊർജ്ജത്തിൻ്റെ ആവശ്യമുണ്ട്. സ്റ്റോറേജിനകത്ത് ആവശ്യമുണ്ട്. ഇതിനകത്തെല്ലാം ഊർജ്ജത്തിൻ്റെ ആവശ്യമുണ്ട്. ഇവിടെ എല്ലാം ഊർജ്ജം ഒരുപാട് പാഴായി പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ കൃഷിയിൽ എങ്ങനെയാണ് ഊർജ്ജം സുസ്ഥിരമായി ഉപയോഗിക്കാമെന്നുള്ളതിൻ്റെ ചർച്ചകൾ ഒരുപാട് FAOയുടെ തലത്തിൽ നടക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കേണ്ടി വരും. രണ്ടാമത് ഏറ്റവും അധികം ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ സർവകലാശാലയിൽ ഇരിക്കുമ്പോൾ നേരത്തെ ബഹുമാനപ്പെട്ട MLA ശ്രീ K. ബാബു അവർ, അദ്ദേഹം ഇവിടുത്തെ ഫിഷറീസ് മന്ത്രിയും കൂടിയായിരുന്നു. ഇവിടുത്തെ ഈ ഭൗതിക വികസനത്തിനെല്ലാം അദ്ദേഹം കാരണമായി. എങ്ങനെയാണ് ഈ ഫിഷറീസ് മേഖല വീണ്ടും ഒരുപാട് കാർബൺ ന്യൂട്രൽ അല്ലാത്ത ഒരു മേഖലയാണ്. എന്തുകൊണ്ടാണ് ഫിഷറീസ് സെക്ടർ കാർബൺ ന്യൂട്രൽ അല്ലാത്തൊരു മേഖലയായി മാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മളിവിടെ ഉപയോഗിക്കുന്ന എല്ലാ ബോട്ടുകളും, എല്ലാ മത്സ്യബന്ധന യാനങ്ങളും വളരെ എനർജി എഫിഷ്യൻസി കുറഞ്ഞ എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും ഗ്രീൻ അല്ല ഫിഷറി സെക്ടർ എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഊർജ്ജത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ ചില ഗവേഷണങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ EMC മാത്രമല്ല, പല കാര്യങ്ങളും നമുക്ക് ഫിഷറി സെക്ടറിനെ കുറച്ചും കൂടി ഗ്രീൻ ആക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പല എഞ്ചിനുകളും എനർജി എഫിഷ്യൻ്റ് അല്ല എന്നുള്ളതാണ്. ഒരുപാട് കാർബൺ എമിഷൻ ഉള്ളതുമാണ്. അപ്പോൾ 2 കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ഫിഷറീസ് രംഗത്ത് ഉപയോഗിക്കപ്പെടുന്ന യാനങ്ങളെല്ലാം തന്നെ കുറച്ചും കൂടി എനർജി എഫിഷ്യൻ്റ് ആകേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. രണ്ടാമത്, ഇപ്പം നമ്മൾ കേരളത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്, ഈ മത്സ്യ ഉൽപ്പാദനം നടത്തി കഴിഞ്ഞാൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സംവിധാനങ്ങളുടെ അപര്യാപ്തതയാണ്. അങ്ങനെ വരുമ്പോൾ ഉദാഹരണം, നമുക്ക് ഏറ്റവും ഒരു വലിയ വെല്ലുവിളി, ഉദാഹരണം കേരളത്തിൽ വളരെയധികം ഗവൺമെൻറ്റിൻ്റെ ശ്രമത്തിൻ്റെ ഫലമായിട്ട് മത്സ്യകൃഷി വളരെ വ്യാപകമായിട്ടുണ്ട്. മത്സ്യകൃഷി വ്യാപകമാകുമ്പോഴുള്ള പ്രശ്നം എന്താണ്? ഉൽപ്പാദനം കൂടുകയാണ്. ഉൽപ്പാദനം കൂടുമ്പോൾ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഫെസിലിറ്റി പല സ്ഥലങ്ങളിലും ഇല്ലാതാകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു കോൾഡ് ചെയിൻ നെറ്റ്വർക്കുകൾ കേരളത്തിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. ഈ കോൾഡ് ചെയിൻ നെറ്റ്വർക്ക് ഉണ്ടാകുമ്പോൾ എനർജി എഫിഷ്യൻസിയെ പറ്റി ചിന്തിക്കേണ്ടതുണ്ട്. കോൾഡ് ചെയിൻ നെറ്റ്വർക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു മത്സ്യ ഉൽപ്പാദനം നടത്തി കഴിഞ്ഞാൽ എന്ത് ഉൽപ്പന്നമാണെങ്കിലും അത് സൂക്ഷിച്ചു വെക്കാനുള്ള സംവിധാനങ്ങൾ പ്രാദേശികമായി തന്നെ ഉണ്ടായി വരേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ മാർക്കറ്റിൽ ഡിമാൻഡുള്ള സമയത്ത് അദ്ദേഹത്തിന് അത് വിൽക്കാനായിട്ട് സാധിക്കൂ എന്നുള്ളൊരു കാര്യം കൂടി ഇതിനകത്ത് കടന്നു വരുന്നുണ്ട്. മൂന്നാമത്, നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീൻ കയറ്റുമതി ഏതാണ്ട് നിലച്ച മട്ടാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, നമ്മളിവിടെ ഉപയോഗിക്കുന്ന വലകളിൽ പലതും കടലാമകളെ മരണത്തിന് കാരണമാകുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അമേരിക്ക ഈ ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീൻ ഇറക്കുമതി പൂർണ്ണമായിട്ടും തടഞ്ഞിരിക്കുന്നത്.
ഇതിൻ്റെ പ്രശ്നം എന്താണ്? അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ട്രോൾ നെറ്റുകളാണ്. ഈ പ്രത്യേകിച്ചും ചെമ്മീൻ പിടിക്കാനായിട്ട് അടിത്തട്ടിലൂടെ വലിച്ചുകൊണ്ട് വിടുന്ന ഒരു വലയാണ് ട്രോൾ നെറ്റ് എന്ന് പറയുന്നത്. ഈ നെറ്റിനകത്ത് കടലാമകൾ പെടും. പ്രത്യേകിച്ച് കടലാമകൾ ലോകത്ത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളാണ്. ഇതിനെ പുറത്തു വിടാനുള്ള ഒരു സാങ്കേതിക വിദ്യയുണ്ട്. ഒരു ചെറിയ ഡോറാണ്, അത് ഓട്ടോമാറ്റിക്കായിട്ട് ആമകത്ത് കയറിയാൽ ഇടിച്ചു കഴിയാൽ തുറക്കുന്നൊരു ഡോറാണ്. ഇതിനെയാണ് നമ്മൾ സാങ്കേതികമായിട്ട് ടട്ടിൽ എക്സ്ക്ലൂഡഡ് ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ മറികടക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ വരുന്നുണ്ട്. അതിന് ഏറ്റവും വലുത് സെൻസർ ടെക്നോളജിയാണ്. പല സ്ഥലങ്ങളിലും ഇത്തരം ജീവികൾ അകത്ത് കയറിയാൽ തന്നെ തിരിച്ച് കണ്ടെത്താനുള്ള ചെറിയ എനർജി ഡിവൈസസ് അല്ലെങ്കിൽ ഡിറ്റക്റ്റിംഗ് ഡിവൈസസ് അതിനകത്ത് വെക്കുന്ന രീതികളുണ്ട്. രണ്ടാമത് ഇനി അടുത്ത കാലത്ത് തന്നെ വരാൻ പോകുന്ന വലിയൊരു നിയന്ത്രണം എന്ന് പറയുന്നത് ട്രേസബിലിറ്റിയാണ്. ട്രേസബിലിറ്റി എന്ന് പറഞ്ഞാൽ അതും പരിസ്ഥിതി സൗഹൃദവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഒരു ഉൽപ്പന്നം നമ്മൾ എവിടുന്ന് പിടിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് നിങ്ങൾ കയറ്റി അയക്കുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇതിനെ നമ്മൾ ട്രേസബിലിറ്റി എന്ന് പറയുക. ഇത് എവിടുന്നാണോ ഇത് ഒറിജിനേറ്റ് ചെയ്തത്, എവിടുന്നാണോ തുടങ്ങിയത്, എവിടുന്നാണോ പിടിച്ചത്, അതിൻ്റെ ഒരു തെളിവ് കണ്ടെത്തണമെന്നുള്ളതാണ്. അവിടെയും നമുക്ക് ഒരുപാട് എനർജി ഡിവൈസസിൻ്റെ ആവശ്യമുണ്ട്, സെൻസിങ് ടെക്നോളജികളുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനീ പറയുന്നത് പലപ്പോഴും ഇവിടെ ഏറ്റവും അധികം ചെറുപ്പക്കാർ പല മത്സരങ്ങളിലും പങ്കെടുക്കാനായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഭാവിയിലേക്ക് ഉള്ള ഒരു സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ ഏറ്റവും വലിയ അജണ്ട, ഈ ലോകത്ത് ഗവേഷണത്തിൻ്റെ ഏറ്റവും പുതുമയുള്ള ഒരു കട്ടിംഗ് എഡ്ജ് മേഖല എന്ന് പറയുന്നത് ഊർജ്ജ സംരക്ഷണമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ചും ടെക്നോളജികളുടെ ഒരു വലിയൊരു ആവശ്യം വരുന്നുണ്ട്. ഈ ടെക്നോളജികൾ എങ്ങനെ നമ്മൾ ഉപയോഗിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ആവശ്യം വരുന്നുണ്ട്. നേരത്തെ ബഹുമാനപ്പെട്ട MLA സംസാരിച്ചപ്പോൾ പറയുന്നത് നമുക്കറിയാം എന്തുകൊണ്ട് ഫാൻ ഉപയോഗിച്ചിട്ട് നമുക്കത് പ്രത്യേകിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. എല്ലായിടത്തും നിങ്ങൾക്കറിയാം ഇപ്പോൾ സെൻസർ ടെക്നോളജികളെല്ലാം വന്നിട്ടുണ്ട്. പല ഹോട്ടലുകളിൽ നിങ്ങൾ പോയാൽ നിങ്ങൾ കോറിഡോറിൽ കൂടെ നടക്കുമ്പോൾ മാത്രമേ ലൈറ്റ് കത്തുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമുക്ക് എനർജി എഫിഷ്യൻസി എങ്ങനെ കൂട്ടാമെന്നുള്ളത് മറ്റ് പല ടെക്നോളജികളുമായിട്ട് ചേർന്ന് നിൽക്കുന്നൊരു അവസരമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന പല എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനും ഒരുപാട് മേഖലകൾ ഓപ്പൺ അപ്പ് ആയിട്ട് കിടപ്പുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യയെ ഈ രംഗത്ത് മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുപാട് മേഖലകൾ നിങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. അതിലേക്ക് നിങ്ങളുടെ ഗവേഷണം, നിങ്ങളുടെ ടെക്നോളജി ഡെവലപ്മെൻറ്റ് ഒക്കെ കൊണ്ടുവരേണ്ടുന്ന ഒരു ആവശ്യവും കൂടി ഈ സാഹചര്യത്തിൽ നമുക്കുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുമാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം സ്റ്റാർട്ടപ്പുകളുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പല സ്റ്റാർട്ടപ്പുകളും ഈ മേഖലയിലേക്ക് മാറേണ്ടുന്ന ആവശ്യമുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ഞങ്ങളുടെ രംഗത്ത് വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയും, ഈ ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ പോളിസി എന്ന് പറയുന്നത് ബ്ലൂ എക്കോണമി ഡെവലപ്മെൻ്റ് ആണ്. ബ്ലൂ എക്കോണമിയിലേക്ക് ഒരുപാട് ശ്രദ്ധ വരുന്നുണ്ട്. അതായത് കടലിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്താം എന്നുള്ളൊരു ചിന്തയിനകത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് ഊർജ്ജ ഉൽപ്പാദനവും കൂടിയാണ് എന്നുള്ളതാണ്. കടലിൻ്റെ ഊർജ്ജ ഉൽപ്പാദനവും നമുക്കൊരു മോഡലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കേരളം പലതിൻ്റെയും മുന്നിലാണ്. ആദ്യമായിട്ട് ഇന്ത്യയിൽ തന്നെ ഒരു ഈ തിരമാലകളിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനുള്ള പ്ലാന്റ് വരുന്നത് അന്ന് അനർട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു RVG മേനോൻ സാറായിരുന്നു അന്ന് അനർട്ടിൻ്റെ ഡയറക്ടർ. അന്നാണ് ആദ്യമായിട്ട് തിരമാലകളിൽ നിന്ന് ഊർജ്ജം ഉണ്ടാക്കാനുള്ള ഒരു ചെറിയ പൈലറ്റ് പ്ലാന്റ് എനിക്ക് തോന്നുന്നു കോവളത്താണ് ആദ്യമായിട്ട് സ്ഥാപിക്കുന്നത്. പിന്നീട് അത് ടേക്ക് ഓഫ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം ഇതിൻ്റെ സാധ്യതകളെല്ലാം പല രാജ്യങ്ങളും പ്രയോജനപ്പെടുത്തുന്ന ഒരു സമയവും കൂടിയാണ്. ഞാൻ അതും കൂടി പറഞ്ഞ് എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുക. ഒന്ന്, ഈ കടലിൽ നിന്നുള്ള ഊർജ്ജത്തിൻ്റെ ഉൽപ്പാദന സാധ്യതകളെല്ലാം വളരെ കൃത്യമായിട്ട് ഇന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് NIOT പോലുള്ള ഇന്ത്യയിലുള്ള സ്ഥാപനങ്ങൾ. ഒന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് തിരമാലയും അതുപോലെ തന്നെ വേലിയേറ്റവും ഉണ്ടാകുന്ന സമയത്തുള്ള ഊർജ്ജത്തിൻ്റെ ഒരു സാധ്യതയാണ്. പക്ഷേ അതിന് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ പല സ്ഥലങ്ങളിലും ഉള്ളപ്പോൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഉപയോഗിക്കുന്നത് അണ്ടർ വാട്ടർ ടർബൈൻസ് ആണ്. അപ്പോൾ ഈ ടർബൈൻസ് ഉപയോഗിച്ചിട്ട് വളരെ വലിയ രീതിയിൽ ഊർജ്ജ ഉൽപ്പാദനം നടക്കുന്ന ഒരു സാധ്യതയുണ്ട്. രണ്ടാമത് ഉള്ളത് തീർച്ചയായിട്ടും വിൻഡാണ്. ഇപ്പോൾ ചൈനയിൽ പലപ്പോഴും ഞങ്ങൾ കഴിഞ്ഞ വർഷം ചൈനയിലെ ഒരു മറീൻ കോൺഫറൻസിന് പോകുമ്പോൾ അവർ രണ്ട് രീതിയിലാണ് അവരുടെ ഗവേഷണം നടക്കുന്നത്. ഒന്ന്, കടലിലെ ഉപ്പുരസത്തിലുള്ള വ്യത്യാസം വെച്ചിട്ടും കടലിലെ താപനിലയിലുള്ള വ്യത്യാസം വെച്ചിട്ടും എങ്ങനെ എനർജി ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് അവിടുത്തെ മറീൻ ബയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ എനർജി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്നിട്ട് അവർ ഗവേഷണം നടത്തുന്നുണ്ട്. അവരുടെ ഉൽപ്പാദനത്തിൻ്റെ പ്രത്യേകിച്ച് വിൻഡിൽ നിന്നുള്ള കാറ്റിൽ നിന്നുള്ള എനർജി ഉൽപ്പാദനത്തിൻ്റെ ഒരു 20% വരുന്നത് കരയിലുള്ള കാറ്റാടി യന്ത്രങ്ങളിൽ നിന്നല്ല, അതേസമയം കടലിലെ ഷാലോ വാട്ടറിൽ സ്ഥാപിച്ചിരിക്കുന്ന കാറ്റാടി യന്ത്രങ്ങളിൽ നിന്നാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ സാധ്യത കേരളത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നത് ഒരുപാട് റിസർവോയറുകളിൽ ഇപ്പോൾ മത്സ്യകൃഷി വരുന്നുണ്ട്. അവിടെ പല സ്ഥലങ്ങളിലും സോളാർ പാനലുകൾ വളരെ വ്യാപകമായിട്ട് വെക്കാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്, കേരളത്തിലെ ഈ ബ്ലൂ എക്കോണമിയുടെ ഭാഗമായിട്ട് തന്നെ ഓപ്പൺ വാട്ടർ കേജുകൾ വരുന്നുണ്ട്. കൂട് കൃഷിയിൽ സമുദ്രങ്ങളിൽ തന്നെ വരുന്നുണ്ട്. അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും സോളാർ പാനലുകൾ ഉപയോഗിച്ചിട്ടുള്ള ടെക്നോളജി വരുന്ന പല സ്ഥലങ്ങളിലുണ്ട്. പ്രത്യേകിച്ചും ഗ്രിഡുകൾ സ്ഥാപിക്കുന്ന ഒരു സംവിധാനങ്ങൾ പല വിദേശ രാജ്യങ്ങളിലും കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കടലിനെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഊർജ്ജ സ്രോതസ്സും നമ്മുടെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനി ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങളും കൂടി പറയാം. ഒന്ന്, ഈ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾക്ക് ഞങ്ങൾക്കറിയാം നീതി ആയോഗിൽ ഇപ്പം ഈ കേരളം ഏതാണ്ട് മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്.
കേരളം പുറകിലേക്ക് പോയിരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട് 17 ലക്ഷ്യങ്ങളിൽ. അതിലൊന്ന് തീർച്ചയായിട്ടും നമ്മൾ ഈ ക്ലൈമറ്റ് ആക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തിയ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ ആണ് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇന്ത്യ തന്നെ നമുക്ക് ലോകത്തിൽ സുസ്ഥിര ഊർജ്ജത്തിനുള്ളൊരു മാതൃകയാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രൂവ് ചെയ്യാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഭാവിയിൽ നമ്മൾ ഊർജ്ജത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അത് വീണ്ടും ഇലക്ട്രിസിറ്റി മാത്രമല്ല എന്നും അത് ലോകത്തെ തുല്യതയ്ക്കും സുസ്ഥിരതയ്ക്കും ഒക്കെയുള്ള ഒരു ഊർജ്ജവും കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം ഇന്ന് വേറൊരു ഈ ഡോക്യുമെൻറ്റുകളിലൊക്കെ കാണുന്ന വേറൊരു ടെർമിനോളജി എന്ന് പറയുന്നത് ഊർജ്ജ ദാരിദ്ര്യം എന്നുള്ളതാണ്. ഓക്കെ, എനർജി സ്റ്റാർവേഷൻ. ഊർജ്ജ ദാരിദ്ര്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഊർജ്ജം എന്ന് പറയുന്നത് ഉൽപ്പാദിപ്പിക്കുന്നത് കേന്ദ്രീകൃതമാണെങ്കിലും ഇത് എല്ലാവർക്കും ലഭിക്കുമ്പോഴാണ് എല്ലാവരുടെ ജീവിത ഗുണനിലവാരവും കൂടി വർദ്ധിക്കുന്നത് എന്നുള്ളൊരു ബന്ധം അതിനകത്ത് കിടപ്പുണ്ടെന്നുള്ളതാണ്. സാധാരണക്കാരന് ഉന്നത ജീവിത നിലവാരത്തിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാര്യമെന്ന് പറഞ്ഞാൽ ഊർജ്ജത്തിൻ്റെ ലഭ്യതയാണെന്നുള്ളതാണ്. അപ്പോൾ 2 ചലഞ്ചസാണ് നമുക്ക് മുന്നിലുള്ളത്. ഒന്ന്, ഊർജ്ജ ഉൽപ്പാദനം കുറച്ചും കൂടി പരിസ്ഥിതി സൗഹൃദമാക്കുക. രണ്ടാമത്, ഊർജ്ജത്തിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ ചെലവ് കുറയ്ക്കുകയും സാധാരണക്കാർക്ക് അത് ലഭ്യമാക്കുകയും ചെയ്യുക. അങ്ങനെ വരുമ്പോൾ സാധാരണക്കാരന് വികസനത്തിൻ്റെ ഒരു സൂചകമായി, ഒരു ചാലകശക്തിയായിട്ട് ഊർജ്ജം മാറുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. അത്തരം സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലെ പ്രധാനപ്പെട്ട അജണ്ട അതാണ്. എല്ലാവർക്കും തുല്യത, വികസനത്തിനുള്ള ഒരു ചിലവ് കുറഞ്ഞ ഊർജ്ജം, പുനരുപയോഗ ഊർജ്ജം, അത്തരത്തിലുള്ള സാധ്യതകൾ കണ്ടെത്താനുള്ളൊരു അവസരമായി മാറട്ടെ ഈ അന്തർദേശീയ ഊർജ്ജ ദിനം, സെമിനാർ അല്ലെങ്കിൽ ഉത്സവം എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഭാവിയിലെ ഒരു സുസ്ഥിരമായ ഒരു ഭൂമിയെ നമ്മൾ മുന്നിൽ കാണുമ്പോൾ ഈ എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ പ്രകാശം പരത്തട്ടെ, കൂടുതൽ ഊർജ്ജം പുതിയ തലമുറയിലേക്ക് എത്തിക്കട്ടെ എന്ന ആശംസയോടുകൂടി ഈ സ്ഥാപക ദിന പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായി എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ കേരള, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പവർ, ഗവൺമെൻറ് ഓഫ് കേരളയുടെ നാഷണൽ മിഷൻ ഫോർ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി ആൻഡ് ഡിമാൻഡ് സൈഡ് വിഭാഗം മേധാവി ശ്രീ ജോൺസൺ ഡാനിയൽ സാറിനെ വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി ഏറ്റവും ആദരവോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് സർ, ഓവർ ടു യു. ഏറ്റവും ബഹുമാനപ്പെട്ട തൃപ്പൂണിത്തുറ MLA ശ്രീ കെ ബാബു അവർകൾ, കുഫോസ് വൈസ് ചാൻസലർ ഡോക്ടർ എ ബിജുകുമാർ സർ, EMC ഡയറക്ടർ ഡോക്ടർ ആർ ഹരികുമാർ, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, കേരള അന്താരാഷ്ട്ര ഊർജ്ജമേളയുടെ ഭാഗമായി ഈ ചടങ്ങിന് കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തുകയും കേരളത്തിലെ വൈദ്യുതി മേഖലയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും വരാനിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും വളരെ ദീർഘവീക്ഷണത്തോടുള്ളൊരു ആമുഖ പ്രസംഗം നടത്തുകയും ചെയ്ത അധ്യക്ഷ പ്രസംഗം നടത്തിയ ബഹുമാനപ്പെട്ട തൃപ്പൂണിത്തുറ MLA ശ്രീ കെ ബാബു അവരുകളോട് നന്ദി ഈ അവസരത്തിൽ എനർജി മാനേജ്മെൻറ്റിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും രേഖപ്പെടുത്തുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കേരള വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി അവരുകളാണ്. അദ്ദേഹം നേരിട്ട് എത്താമെന്നാണ് ചടങ്ങിന് സമ്മതിച്ചിരുന്നത്. എന്നാൽ ഒഴിവാക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹം ഓൺലൈനായിട്ടാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്തത്. കഴിഞ്ഞ 5 വർഷമായി വൈദ്യുതി വകുപ്പ് മന്ത്രി എന്ന നിലയിലും EMCയുടെ ജനറൽ ബോഡി ചെയർമാൻ എന്ന നിലയിലും EMCയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി അവരോട് നന്ദി എനർജി മാനേജ്മെൻറ്റിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഊർജ്ജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ പുനീത് കുമാർ IASനോട് നന്ദി ഈ അവസരത്തിൽ എനർജി മാനേജ്മെൻറ്റിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും രേഖപ്പെടുത്തുന്നു. എനർജി മാനേജ്മെൻറ്റിൻ്റെ സ്ഥാപക ദിനം പ്രസംഗം നടത്തിയ കുഫോസ് വൈസ് ചാൻസലർ ഡോക്ടർ എ ബിജുകുമാർ സാറിനോട് നന്ദി ഈ വർഷത്തിൽ EMCയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞ 5 വർഷമായി എനർജി മാനേജ്മെൻറ്റിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ EMCയെ മുന്നോട്ട് നയിക്കുന്ന എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ ഡയറക്ടർ ഡോക്ടർ ആർ ഹരികുമാർ സാറിന് നന്ദി EMCയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ സാന്നിധ്യം കൊണ്ട് സദസ്സിനെ ധന്യമാക്കിയ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ജോയിൻറ്റ് ഡയറക്ടർ ശ്രീ അനിൽ കുര്യാക്കോസ്, ഡെപ്യൂട്ടി ചീഫ് ഇലക്ട്രിക്കൽ
ഇൻസ്പെക്ടർ ശ്രീ സന്തോഷ് സാർ എന്നിവരുള്ള നന്ദി എനർജി മാനേജ്മെൻറ്റ് പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ അവസരം രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിന് വേണ്ടി ഈ ക്യാമ്പസ് വിട്ടു നൽകുകയും EMCക്ക് വേണ്ട എല്ലാ സഹായ സഹകരണം നൽകിയ കൊഫോസിൻ്റെ വൈസ് ചാൻസലർ, രജിസ്ട്രാർ, മറ്റ് ഫാക്കൽറ്റി മെമ്പേഴ്സ്, സ്റ്റാഫ്, സ്റ്റുഡൻസ് എന്നിവരുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഇവിടെ എക്സിബിഷൻ സംഘടിപ്പിക്കുന്നതിൽ എനർജി മാനേജ്മെൻറ്റിനൊപ്പം നിന്ന് മേൽനോട്ടം വഹിക്കുന്ന കേരള ഇലക്ട്രിക് ട്രേഡ് അസോസിയേഷൻ കേറ്റ, കേരള ഇലക്ട്രിക്കൽ കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കെൽക്കോൺ എന്നിവരുടെ ഓഫീസ് ബേയേഴ്സ്, അവരുടെ പ്രതിനിധികളുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ സ്റ്റുഡൻസ് എനർജി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന സ്റ്റുഡൻസ്, പേരൻസ്, അവരുടെ ടീച്ചേഴ്സുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. NSS ടെക്നിക്കൽ സെല്ലിൻ്റെ ഭാഗമായി ഇവിടെ നടത്തുന്ന വിവിധ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന അധ്യാപകരോടും വിദ്യാർത്ഥികളുടെ നന്ദി അവസരം രേഖപ്പെടുത്തുന്നു. മീഡിയ, അതുപോലെ തന്നെ EMCയുടെ റിസോഴ്സ് പേഴ്സൺസ്, സർട്ടിഫൈഡ് എനർജി ഓഡിറ്റേഴ്സ് മാനേജേഴ്സ്, NGOs, ഊർജ്ജ ഗ്രഹണ പ്രതികൾ, ഇൻഡസ്ട്രീസ് അസോസിയേഷൻ്റെ പ്രതികളുടെ എല്ലാവരുടെ നന്ദി അവസരം രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ EMCയോട് ചേർന്ന് ഈ പ്രോഗ്രാം നടത്തുന്നതിന് വേണ്ടിയുള്ള സഹായ സഹകരണം നൽകുന്ന CMD സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ്, സീഡിറ്റ് എന്നിവരുള്ള നന്ദി അവസരം രേഖപ്പെടുത്തുന്നു. ഇവിടെ എത്തിയിരിക്കുന്ന NTPCയുടെ പ്രതികളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാം നടത്താൻ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വളരെ ബുദ്ധിമുട്ടി നടത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന EMCയുടെ എൻ്റെ എല്ലാ സഹപ്രവർത്തകരുടെ നന്ദി ഈ അവസരം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങ് അവസാനിച്ചായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.